നമസ്കാരം. M5 ലൈവ് പൊളിറ്റിക്കൽ വാർ തെരഞ്ഞെടുപ്പ് പരിപാടി സ്വാഗതം. അഡ്വക്കേറ്റ് എ ജയശങ്കർ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള രാഷ്ട്രീയ നിരീക്ഷകൻ. M5 ലൈവ് ഒരു ന്യൂസ് സാറ്റലൈറ്റ് ചാനലായി വൈകാതെ പ്രവർത്തനം ആരംഭിക്കും. ഈ ചാനലിൻ്റെ ആദ്യ തെരഞ്ഞെടുപ്പ് പരിപാടിയാണിത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അഭിപ്രായ സർവേയിലൂടെ 140 മണ്ഡലങ്ങളിലും ആർക്കാണ് കൂടുതൽ ജനപിന്തുണ എന്ന് കണ്ടറിയാനുള്ള ശ്രമമാണ് M5 ലൈവ് നടത്തിക്കൊണ്ടിരുന്നത്. അതിൻ്റെ ഫലം ആദ്യഘട്ടം വെളിപ്പെടുത്തുകയാണ്, പ്രഖ്യാപിക്കുകയാണ് ഈ പരിപാടിയിലൂടെ. അതിന് സാക്ഷിയാകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ കേരളത്തിലെ അതിപ്രശസ്തനായ രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് എ ജയശങ്കറാണ്. നമസ്കാരം. നമസ്കാരം. ജയശങ്കറിൻ്റെ രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ എല്ലാവരും കാണാറുണ്ട്, ഞാനും കാണാറുണ്ട്. തെരഞ്ഞെടുപ്പ് ഒരു റിസൾട്ട് വരുമ്പോൾ UDFനുള്ള സാധ്യത എത്രമാത്രം തിളക്കമാർന്നതാകും? അല്ല, UDFന് അനുകൂലമായിട്ടുള്ളൊരു ട്രെൻഡാണ് സംസ്ഥാനത്ത് പൊതുവെ ഉള്ളത്. UDFന് അനുകൂലം എന്ന് പറഞ്ഞേക്കാളും LDFന് എതിരായിട്ടുള്ള നെഗറ്റീവ് ട്രെൻഡാണ്, പോസിറ്റീവ് അല്ല. 5 കൊല്ലം ഭരിച്ച സർക്കാരിനെതിരായിട്ട് സ്വാഭാവികമായിട്ട് ജനങ്ങളുടെ ഇടയിൽ ഒരു വിപ്രതിപത്തി ഉണ്ടാവും. കേരളത്തിൽ അങ്ങനെയുള്ള കാണാം. ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ 10 കൊല്ലം ഭരിച്ച സർക്കാരാണ്. അപ്പോൾ അതനുസരിച്ചുള്ള വിപരീത വികാരമുണ്ട്. പിന്നെ സ്പെസിഫിക് ആയിട്ടുള്ള ഇഷ്യൂസ് തന്നെ സർക്കാരിനെതിരെ വലിയ വിഷയമായിട്ട് നിൽക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഈ പയ്യന്നൂരെ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ്, അതൊന്നും സഖാക്കൾക്ക് ഒരു രീതിയിൽ വിശദീകരിക്കാൻ പറ്റില്ല. ശബരിമല സ്വർണ്ണക്കൊള്ള, അത് ഏത് രീതിയിലും ന്യായീകരിക്കാൻ പറ്റുന്നതല്ല. ശബരിമല ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഈ ഭരിക്കുന്ന ഭരണസമിതികൾ പലവിധ തട്ടിപ്പുകൾ നടത്താറുണ്ട്. അല്ലെങ്കിൽ അവിടുത്തെ മോഷണം, പിടിച്ചുപറി, കളവൊക്കെ ഉണ്ട്. പക്ഷേ ഇത്രയും ആസൂത്രിതമായ ഒരു കൊള്ള നമുക്ക് സങ്കല്പിക്കാൻ പറ്റാവുന്നതിനേക്കാൾ വലിയ അതിക്രമം അവിടെ നടന്നിരിക്കുകയാണ്. അതും പാർട്ടിയുടെ സമുന്നത നേതാക്കൾ അതിൽ പ്രതിസ്ഥാനത്ത് നിൽക്കും. വെറും അനുഭാവികളോ അല്ലെങ്കിൽ പാർട്ടി നാമനിർദ്ദേശം ചെയ്ത കക്ഷിയുടെ എതിരോ സ്വതന്ത്രരോ അനുഭാവികളോ സഹയാത്രികരോ ഒന്നുമല്ല. പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗം അല്ലെങ്കിൽ പാർട്ടിയുടെ വളരെ വേണ്ടപ്പെട്ട ആളുകൾ, ഇവരൊക്കെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നു. അതിനെക്കുറിച്ച് പാർട്ടിക്ക് യാതൊരു വിശദീകരണവും നൽകാനില്ല. എന്നാൽ അവർ ആ സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയിട്ടുണ്ടോ? അതുമില്ല. അപ്പോൾ ഇതെങ്ങോട്ടേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഭരണാധികാരികളിലേക്ക് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്നു. പിന്നെ ധനരാജിൻ്റെ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ്, കോൺഗ്രസ്സുകാരൊക്കെയാണ് ഇത് ചെയ്യുന്നത്, നമുക്ക് മനസ്സിലാകില്ലേ. CPMൽ നിന്ന് അല്ലെങ്കിൽ ഇടതുപക്ഷ പാർട്ടികളിൽ നിന്ന് നമ്മളിത് പ്രതീക്ഷിച്ചിട്ടുണ്ടോ? ഇതിന് കേട്ടിട്ടുണ്ടോ? കേട്ടുകേൾവില്ലാത്ത സംഭവമാണ്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അതുകൂടാതെ പിന്നെ മറ്റ് പല പ്രമുഖ നേതാക്കളും, അതും കറതീർന്ന വ്യക്തിത്വമുള്ള ആളുകൾ, ആയിഷ പൂരിയാണെങ്കിലും അല്ല G സുധാകരനാണ്, അങ്ങനെയുള്ള ആളുകൾ പാർട്ടി വിട്ടു പോകും. പാർട്ടി വിട്ടു പോകുന്നു മാത്രമല്ല, എതിർഭാഗത്ത് ചേർന്ന് അവരുടെ പിന്തുണയോടെ മത്സരിക്കും. അപ്പോൾ ഇങ്ങനെ വളരെ വളരെ പ്രതികൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോൾ LDFന് നേരിടേണ്ടി വന്നത്. പണ്ട് VS അച്യുതാനന്ദൻ്റെ മുഖം കാണുമ്പോൾ അല്ലെങ്കിൽ പ്രസംഗം കാണുമ്പോൾ അടുക്കളയിൽ സ്ത്രീകൾ ഉറഞ്ഞു തുള്ളുമായിരുന്നു. അവർക്കൊട്ടും ഇഷ്ടമല്ലായിരുന്നു VSനെ തുടക്ക സമയത്ത്. അതിനുശേഷം അടുക്കളയിലെ പ്രിയതാരമായി, അടുക്കള മീൻസ് സ്ത്രീകൾ ഏറ്റവും സംരക്ഷകരും ഏറ്റവും പ്രിയങ്കരനായ താരവുമായി VS അച്യുതാനന്ദൻ മാറി. നേരെ വിപരീതമാണ് VSന് സംഭവിച്ചിരിക്കുന്നത്, അല്ല പിണറായിക്ക് സംഭവിച്ചിരിക്കുന്നത്. ഈ കോവിഡ് സമയത്ത് അല്ലെങ്കിൽ വെള്ളപ്പൊക്ക സമയത്ത് ഈ ഗവൺമെൻറ് തുടക്കത്തിൽ അല്ല അതിൻ്റെ കഴിഞ്ഞ ഗവൺമെൻറ് അവസാന കാലത്ത്, ഒന്നാം പിണറായി സർക്കാരിൻ്റെ അവസാന കാലത്ത് ഏറ്റവും പ്രിയങ്കരനായിരുന്നു കുടുംബാംഗങ്ങൾക്ക് പിണറായി. എന്നാൽ ഇപ്പോൾ വരുമ്പോൾ ഏറ്റവും തൊട്ടുകൂടായ്മ, ഏറ്റവും അസ്പൃശ്യത ഒക്കെ പിണറായി ആരോപിക്കപ്പെടുന്നു. എവിടെയാണ് പിണറായിക്ക് പിഴച്ചത്? അല്ല, അതിലെ ഒരു പ്രധാന കാര്യമുണ്ട്. ഈ പിണറായി വിജയൻ ഒരു രക്ഷകനായിട്ടാണ് ആളുകൾ കണ്ടത്. കോവിഡിൻ്റെ സമയത്ത് അല്ലെങ്കിൽ പ്രളയത്തിൻ്റെ സമയത്ത് ശക്തനായ ഒരു ഭരണാധികാരി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആളുകളത് ക്ഷമിക്കാനും സഹിക്കാനും തയ്യാറായിരുന്നു. കാരണം ആ സമയത്ത് ഒരു രക്ഷകനെ ആവശ്യമുണ്ടായിരുന്നു. കരുത്തനായ ഒരു ഭരണാധികാരി കേരളത്തിൽ വേണം. കോൺഗ്രസ്സുകാരെ പോലെ ഗ്രൂപ്പ് കളിച്ച് അല്ലെങ്കിൽ ജാതി മത അടിസ്ഥാനത്തിൽ വീതം വെച്ച് ഭരിക്കാനുള്ള ഒന്നല്ല കോവിഡ് കാലത്തെ കേരളം എന്നൊരു തിരിച്ചറിവ് ജനങ്ങൾക്കുണ്ട്. കോവിഡ് പോയി ആ ഒരു അടിയന്തര സാഹചര്യം പോയപ്പോൾ സാധാരണ നിലയിൽ കൈവന്നല്ലോ. ഇനി ആ ഒരു രക്ഷകൻ്റെ പരിവേഷം ആവശ്യമില്ല. ഇനിയിപ്പോൾ സാധാരണ മുഖ്യമന്ത്രിയുടെ ആവശ്യം AK ആന്റണിയെ പോലെ, ഉമ്മൻചാണ്ടിയെ പോലെ വേറൊരു UDFൻ്റെ മുഖ്യമന്ത്രിയാണ് ജനങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഘടകം. രണ്ടാമത്തേത്, ഒന്നാം പിണറായി സർക്കാരിൽ പ്രഗത്ഭരായ മന്ത്രിമാരുണ്ട്. ഇപ്പോൾ തോമസ് ഐസക്, G സുധാകരൻ, AK ബാലൻ, അതുപോലെ രവീന്ദ്രനാഥ്, ശൈലജ ടീച്ചർ, ഇങ്ങനെ കൊള്ളാവുന്ന ആളുകൾ, മാത്യു T തോമസിനെ പോലുള്ളവരൊക്കെ ഉണ്ട്.
രണ്ടാം പിണറായി സർക്കാർ വന്നു എല്ലാ സർക്കാരിലും എല്ലാ മന്ത്രിമാരും ഒരുപോലെ പ്രഗത്ഭരായിരിക്കില്ല നമുക്കറിയാം. ഏത് സർക്കാരിലും അങ്ങനെയാണ്. കേരളം 57 സർക്കാർ തൊട്ട് ഈ 2021 സർക്കാർ വരെ അങ്ങനെയാണ്. പക്ഷേ വളരെ അപ്രാപ്തരായ ആളുകളെ മാത്രം തിരഞ്ഞു പിടിച്ചിട്ടാണ് ഈ രണ്ടാം പിണറായി സർക്കാർ രൂപീകരിച്ചത്. അപ്പോൾ എല്ലാ അധികാരങ്ങളും മുഖ്യമന്ത്രിയിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു. തീരെ അപ്രാപ്തരായ ആളുകളെ പ്രധാനപ്പെട്ട വകുപ്പിൽ ഇരുത്തിയിരിക്കുന്നു. ഇപ്പോൾ വീണ ജോർജ് ഒരു ഉദാഹരണം പറഞ്ഞത് ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഒരു വകുപ്പുള്ള ആരോഗ്യ വകുപ്പ്. അപ്പോൾ അവിടെ തീരെ അപ്രാപ്തിയായ ഒരാൾ വന്നിരിക്കുന്നു. മാത്രമല്ല അവർക്ക് 2 ഹാൻഡിക്യാപ്പ് ഉണ്ട്. ഒന്നാമത് ഇവർക്ക് ഭരണപരിചയമില്ല, മാധ്യമ പ്രവർത്തനത്തിലുള്ള പരിചയം, രാഷ്ട്രീയ പരിചയമില്ല. മൂന്നാമത്തേത് ഇവർക്ക് പാർട്ടിക്കകത്തും ഒരു ഹൈറാർക്കിയിൽ ഉയർന്ന സ്ഥാനമില്ല. മന്ത്രിയുടെ സെക്രട്ടറിയാണ് മന്ത്രിയേക്കാൾ മുകളിലിരിക്കുന്നത്. മന്ത്രിയുടെ സെക്രട്ടറി സജീവൻ സ്റ്റേറ്റ് കമ്മിറ്റി അംഗം. സജീവൻ സ്റ്റേറ്റ് കമ്മിറ്റി അംഗവും വീണ ജോർജ് ജില്ലാ കമ്മിറ്റി അംഗവും. അതെ, ഞാൻ ഇപ്പോഴാണ് മുമ്പ് ഏരിയ കമ്മിറ്റിയാണ്. അപ്പോൾ സെക്രട്ടറി കാണുമ്പോൾ മന്ത്രി എഴുന്നേറ്റിരിക്കുന്ന അവസ്ഥയുണ്ട്. ഇത് ജനങ്ങളെ ബാധിക്കാൻ പാടില്ലല്ലോ, പാർട്ടിക്കകത്ത് അവർക്ക് എത്തിച്ച്. അപ്പോൾ ഈ രീതിയിൽ ഒരു വലിയ പ്രശ്നം ഇതിനകത്തുണ്ടായി. എല്ലാ മന്ത്രിമാരും ഒരുപോലെ കഴിവിട്ടവരും അപ്രാപ്തരും എല്ലാ അധികാരങ്ങളും മുഖ്യമന്ത്രിയിൽ കേന്ദ്രീകരിച്ചിരിക്കും. എന്നാൽ മുഖ്യമന്ത്രി കരുണാകരനെ പോലെ എന്ത് ചെയ്യാൻ കഴിവുള്ള ആളുകൾ അല്ല. അവിടെ പ്രശ്നം മുഖ്യമന്ത്രിക്ക് പ്രായത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്, അനാരോഗ്യത്തിൻ്റെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇത്രയും ദുർബലനായ അനാരോഗ്യവാനായൊരു മുഖ്യമന്ത്രി കേരളം ഭരിക്കും. വളരെ അപ്രാപ്തരായ ആളുകൾ മാത്രം അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിൽ അംഗങ്ങളായിരിക്കുകയും ചെയ്യുമ്പോൾ മന്ത്രിസഭയുടെ പ്രതിച്ഛായ. പക്ഷേ VS മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ഒരു കരുത്തനായ ഭരണാധികാരിയൊന്നും ആയിരുന്നില്ല. പക്ഷേ VS മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ആഭ്യന്തര വകുപ്പ് കോടിയേരി ബാലകൃഷ്ണൻ കൊടുത്തു. മുഖ്യമന്ത്രി പൊതുഭരണ വകുപ്പ് മാത്രം ഉണ്ടായിരുന്നു. ആഭ്യന്തരം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട വകുപ്പല്ലേ. മുഖ്യമന്ത്രി തന്നെ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുണ്ടോ? ഇല്ല, ഒരു സ്ഥലത്തും എഴുതി വെച്ചിട്ടില്ല. പക്ഷേ പല മുഖ്യമന്ത്രി വരും അവരുടെ കഴിവ് കാണിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ ഇരിപ്പിടം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്. കോൺഗ്രസ്സിലാണ് അത് കൂടുതലും. കാരണം എന്ന് വെച്ചാൽ ആഭ്യന്തരമന്ത്രി വേറെ ആളാണെങ്കിൽ ഇയാൾ സമാന്തര അധികാര കേന്ദ്രമായിട്ട് മാറുകയും പോലീസിനെ ഉപയോഗിച്ചിട്ട് മുഖ്യമന്ത്രിയെ അൺസീറ്റ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് കരുണാകരനൊക്കെ ഒരു സ്റ്റേജപ്പോൾ ആഭ്യന്തര വകുപ്പ് കയ്യിൽ തന്നെ വേണം, രഹസ്യങ്ങളൊക്കെ ആഭ്യന്തരമന്ത്രിക്ക് എത്തുള്ളൂ. അത് ഒഴിവാക്കാനാണ്. പക്ഷെ CPM-ൽ അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഈ പിണറായി അത്ര അഴിമതിക്കാരനാണോ? എന്താണ് വ്യക്തിപരമായി താങ്കൾ വിലയിരുത്തുന്നത്? പിണറായി അഴിമതിക്കാരനാണോ എന്ന് ചോദിച്ചാൽ മുമ്പ് ഒരിക്കലും കേട്ടിട്ടില്ലാത്ത രീതിയിലുള്ള പല ആരോപണങ്ങൾ വെറും ആരോപണങ്ങളല്ല, പക്ഷേ പല കാര്യങ്ങളും ദുരൂഹമാണ്. ജയശങ്കർ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നുണ്ടെന്ന് വെച്ചാൽ അദ്ദേഹത്തിൽ ഞാൻ ഇപ്പോഴല്ല അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയപ്പോൾ വളരെ പ്രതീക്ഷ ഉണ്ടായിരുന്ന ആളുകൾ. കാരണം ആ പ്രായത്തിൽ പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് വന്ന ആളുകൾ അതിന് മുമ്പ് അധികം ഉണ്ടായിട്ടില്ല. അപ്പോൾ ചെറുപ്പക്കാരനായ അല്ലെങ്കിൽ താരതമ്യേന കുറഞ്ഞ പ്രായത്തിൽ ഒരാൾ പാർട്ടി സെക്രട്ടറി വളരെ പ്രധാനപ്പെട്ട സ്ഥാനത്ത് വരും. പക്ഷേ ഇദ്ദേഹം വന്ന് ഒരു 2 കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി ഇത് വളരെ തെറ്റായ ഡയറക്ഷനിലാണ് പോകണം എന്ന്. മാത്രമല്ല കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷ പ്രസ്ഥാനത്തെയും മൊത്തത്തിൽ താളം തെറ്റിക്കുന്ന അല്ലെങ്കിൽ പാളം തെറ്റിക്കുന്ന ഒരു ദിശയിലേക്കാണ് അദ്ദേഹം ഇതിനെ കൊണ്ടുപോകുന്നത്. എനിക്ക് അന്ന് തന്നെ അറിയാം. എന്തുകൊണ്ട്? അതാണ് പുള്ളിയുടെ ഈ വലതുപക്ഷ വ്യതിയാനം. ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരുടെ ഭാഷ പറഞ്ഞാൽ വലതുപക്ഷ വ്യതിയാനം. ബൂർഷ്വാകളായിട്ടുള്ള ആളുകൾ, വലിയ മൂലധന ശക്തി, ദുബായിലും മറ്റുമൊക്കെയുള്ള വലിയ വ്യവസായികൾ, വ്യാപാരികൾ, ഇവരുടെയൊക്കെ തോളിക്കയിട്ട് നടക്കുന്ന ഒരു സെക്രട്ടറി അതിന് മുമ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലോ മാർക്സിസ്റ്റ് പാർട്ടിയിലോ ഉണ്ടായിട്ടില്ല. ഈ ചങ്ങാത്ത മുതലാളിത്തം. ഈ തുഷാറിൻ്റെ കല്യാണം ക്ഷണിക്കാൻ വേണ്ടി വെള്ളാപ്പള്ളി AK സെൻ്റർ വന്നപ്പോൾ വെള്ളാപ്പള്ളിയെ കാര്യമായി സ്വീകരിച്ചില്ല. എന്തിനാ ഇയാൾ എന്നെ പരിചയമില്ലാത്തതിനാ കല്യാണം ക്ഷണിക്കാൻ വന്നതെന്നാണ് പിണറായി അന്ന് പറഞ്ഞത്. അന്ന് പാർട്ടി അനുയായികളെല്ലാം കേട്ടതാണ്. പക്ഷെ അവിടുന്ന് പിണറായി ഭയങ്കര ഒരു മാറ്റം, ഡ്രാസ്റ്റിക് ചേഞ്ച് സംഭവിച്ചു. അത് അനുരഞ്ജനത്തിൻ്റെയോ? അത് അനുരഞ്ജനത്തിൻ്റെ അല്ല, ശരിക്കും CPM-നെ വഴിതെറ്റിച്ചു, പിണറായിയെ വഴിതെറ്റിച്ചു പോയ സംഭവം കൈരളി ചാനലിൻ്റെ നിർമ്മാണമാണ്. കൈരളി ചാനലിന് വേണ്ടിയിട്ട് ഗൾഫിൽ പോയി അവിടുത്തെ മുതലാളിമാരെ പരിചയപ്പെടുകയും അവരുടെ ആതിഥ്യം അനുഭവിച്ച് ഈ 5 നക്ഷത്ര 7 നക്ഷത്ര ഹോട്ടലുകളൊക്കെ താമസിക്കും. ഇങ്ങനെ ചില സുഖസൗകര്യങ്ങളൊക്കെ ലോകത്തുണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലാവിച്ചു. അങ്ങനെയാണ് യൂസഫ് അലി, മുഹമ്മദ് അലി മുതലായ രവിപ്പിള്ള മുതലായ ആൾക്കാരെ കേട്ട് പുള്ളി കൂട്ടാം. പിന്നെ ഇവരുമായിട്ട് ചങ്ങാത്തം. പാർട്ടിയിലെ സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകരോ ചെറുകിട നേതാക്കന്മാരെയോ കണ്ട പുള്ളിക്ക് വലിയ പുച്ഛമായി. അപ്പോൾ ജീവിതശൈലിയിൽ വന്ന മാറ്റം. പാർട്ടിക്ക് ഒരു തകർച്ചയുണ്ടായാൽ കൈരളി ചാനലിലാണ് തുടക്കം. ബ്രിട്ടാസാണ് ഒന്നാം പ്രതി എന്ന് പറയുന്നത്. ബ്രിട്ടാസ് അല്ല ഒന്നാം പ്രതി. കൈരളി ചാനൽ ഉണ്ടാക്കാനുള്ള തീരുമാനം ദേശാഭിമാനി പോലെയല്ലോ പിണറായിയുടെ തീരുമാനമാണ്. പിണറായി സെക്രട്ടറി ആയപ്പോഴാണ് ചാനൽ ഉണ്ടാക്കാൻ തീരുമാനിച്ചത്. അവിടെ നിന്നാണ് കൈരളി ചാനൽ വരുന്നു എന്ന് ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് ഞാനാണ്. CPM ചാനൽ അതിൽ നന്നായി രാശിയുണ്ട്. അപ്പോൾ ഞാൻ അന്ന് തന്നെ ഞാനത് പ്രഡിക്റ്റ് ചെയ്തു. അപ്പോൾ ഇദ്ദേഹം ഈ പാർട്ടിയെ നശിപ്പിക്കും. ഈ പിണറായി സുഖലോലുപനാണോ? തീർച്ചയായിട്ടും. അദ്ദേഹം വലിയ സുഖ സൗകര്യത്തിൽ ഫിഷ് കഴിക്കുമെന്നല്ലേ ഉള്ളൂ. അല്ല, പുള്ളി പൊതുവെ നമ്മുടെ ഇയാൾ പറഞ്ഞല്ലേ, ദിവാരം പറഞ്ഞാൽ ഒട്ടും അതിശയോക്തിയില്ല. അദ്ദേഹം വളരെ സുഖ സൗകര്യങ്ങളിൽ ജീവിക്കുന്ന ആളാണ്.
അതിലൊരു സംശയമില്ല. എനിക്ക് ഇൻസൈഡ് ഇൻഫർമേഷൻ. നമ്മുടെ ജേക്കബ് ജോർജ് ഇന്ത്യ ടുഡേ അറിയാലോ, നമ്മുടെ സഹപ്രവർത്തകൻ ജേക്കബ് ജോർജ് കഴിഞ്ഞ ദിവസം ചാനൽ ചർച്ചയിൽ പറഞ്ഞു, ഈ കണ്ണൂരുകാരൊന്നും മക്കളെ നോക്കത്തില്ല, പിണറായി മക്കളെ വിദേശത്ത് അയച്ച് പഠിപ്പിച്ചു, അതുകൊണ്ടുള്ള അസൂയ കൊണ്ടാണ് ഈ പിണറായിയുടെ നെഞ്ചത്ത് എല്ലാവരും കൂടെ കയറുന്നത്. അതിന് ഞാൻ മറുപടി പറഞ്ഞാൽ വളരെ കടന്നു പോകും. ജേക്കബ് ജോർജിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അത് ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോൾ ക്ലിഫ് ഹൗസിൽ പറ്റിക്കൂടി മണികടിച്ച് പല സുഖ സൗകര്യങ്ങളും നേടിയെടുത്ത ആളാണ്. പിണറായി വിജയൻ വന്നപ്പോഴും അദ്ദേഹം ഇടത്തെ കൈകൊണ്ട് കിണുക്കി അവിടെ ക്ലിഫ് ഹൗസിൽ തന്നെ കൂടി. ഇനിയിപ്പോൾ വി ഡി സതീശനോ ചെന്നിത്തല വന്നാൽ പിന്നെ പുള്ളി വലത്തെ കൈകൊണ്ട് ഇതേ പരിപാടി തന്നെ ആവർത്തി. അപ്പോൾ അദ്ദേഹത്തെ പോലെയുള്ള പത്രപ്രവർത്തകരാണ് നമ്മുടെ ഈ മാധ്യമ ലോകത്തിന് ഒരു വലിയ ശാപം എന്ന് ഞാൻ പറയും. അവരൊരിക്കലും സത്യം കാണുകയില്ല എന്ന് മാത്രമല്ല, അസത്യത്തെ സത്യമാക്കി പൊലിപ്പിച്ച് കാണിച്ചു. പക്ഷേ മാധ്യമങ്ങളോട് ഭയങ്കര ശത്രുത ഉണ്ടായിരുന്ന പിണറായി എങ്ങനെയാണ് കുറച്ച് മാധ്യമപ്രവർത്തകരുടെ ഇഷ്ട കഥാപാത്രവും ഇഷ്ട തോഴനുമായി മറിച്ചു? അല്ല, അവർക്ക് പുള്ളി വഴിവിട്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ടാണ്. ഇപ്പം നിയമസഭയുടെ അറ്റകുറ്റപ്പണി, എൻ്റെ ശങ്കരനാരായണൻ തമ്പി ഹാളിൻ്റെ അറ്റകുറ്റപ്പണി വന്നപ്പോൾ ഹർഷൻ എന്ന് പറഞ്ഞ ഒരാളെ കോൺട്രാക്ട് ചെയ്യും. ഹർഷൻ ആരാ? അല്ല സിവിൽ കോൺട്രാക്ടറാ, ആർക്കിടെക്റ്റാ? അല്ല, അയാൾ ഒരു പത്രപ്രവർത്തകനാണ്. ഇപ്പോൾ ഏതാണ് 24 മലയാളം എന്ന ചാനലിൽ പ്രവർത്തിക്കുന്നു. അതിന് മുമ്പ് ഇതുപോലെ ഏതോ സ്ഥാപനത്തിൽ ന്യൂസ് മലയാളത്തിലെ ഹർഷൻ്റെ അയാളുടെ കാര്യം പറഞ്ഞു. നിങ്ങളുടെ സുഹൃത്ത് അയാൾ തന്നെ അയാളെ കോൺട്രാക്ട് ചെയ്യിപ്പിച്ചു. അപ്പോൾ ഇങ്ങനെ ഇദ്ദേഹത്തെ ചാരി നിൽക്കുന്നവർക്ക് പല സൗകര്യങ്ങളും കിട്ടി. സ്വാഭാവികമായിട്ടും അവരൊക്കെ പുള്ളിയുടെ കൈമണിക്കാരായിട്ട് മാറി. ഈ ഇഷ്ടക്കാരുടെയും വൈതാളിക വൃന്ദത്തിൻ്റെയും ഒരു തടവുകാരൻ പോലെ ആയോ അവസാനം പിണറായി എന്ന് പറഞ്ഞുകൂടാ. ഈ വൈതാളിക വൃന്ദം പുള്ളിയുടെ തടവുകാരായി മാറിയത് ആ കാര്യത്തിൽ ഞാൻ അദ്ദേഹത്തെ അംഗീകരിക്കും. സാധാരണ ഈ കോൺഗ്രസ്സുകാർക്കൊക്കെ പറ്റുന്ന അവസ്ഥ എന്ന് വെച്ചാൽ കുറേ വൈതാളികന്മാർ കൂടി ഇങ്ങനെ ചെവിയടിയന്മാർ വരും. അപ്പോൾ അവരൊക്കെ പറഞ്ഞിട്ട് ഇവർ കുഴപ്പത്തിച്ചാടി. ഇദ്ദേഹം അങ്ങനെയല്ല, പുള്ളിക്ക് അവരെയൊക്കെ അറിയാം. ഈ പറ്റിക്കൂടി നിൽക്കുന്ന ആൾക്കാർ എന്തിനു വേണ്ടിയാണ് നിൽക്കുന്നതെന്നും പുള്ളിക്കറിയാം. അവരെ ഓരോരുത്തരും നിർത്താനും പുള്ളിക്കറിയാം. നമ്മൾ അദ്ദേഹത്തിൻ്റെ ഉള്ള കഴിവുകൾ അംഗീകരിക്കണമല്ലോ. ജയശങ്കർ, ഞാൻ കഴിഞ്ഞ ദിവസം ഞെട്ടിയ ഒരു അഭിമുഖം കണ്ടു. സുബ്രഹ്മണ്യ സ്വാമിയുടെയാണ്. സുബ്രഹ്മണ്യ സ്വാമി വാജ്പേയിയെക്കുറിച്ചും നരേന്ദ്രമോദിയെക്കുറിച്ചും നടത്തിയ വെളിപ്പെടുത്തലുകൾ സത്യത്തിൽ അത് ഞാൻ ഞെട്ടി, കേട്ടവരെല്ലാം ഞെട്ടിക്കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതേക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം അറിയേണ്ടതുണ്ട്. സുബ്രഹ്മണ്യ സ്വാമി കഴിഞ്ഞ ദിവസം ഒരു പോഡ്കാസ്റ്റാണെന്ന് തോന്നുന്നു, അവിടെ സുബ്രഹ്മണ്യ സ്വാമിൻ്റെ കുറേ നാളായി സുബ്രഹ്മണ്യ സ്വാമിയെ നമ്മൾ കണ്ടിട്ട് വാജ്പേയിയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത്, വാജ്പേയി എങ്ങനെയാണ് മരിച്ചതെന്ന് നിങ്ങൾക്കറിയാമോ? വാജ്പേയി അവസാന കാലത്ത് എങ്ങനെയാണ് മരിച്ചതെന്ന് നിങ്ങൾ അന്വേഷിച്ച് നോക്ക്. ഒരു ജേർണലിസ്റ്റോടാണ് സംസാരിക്കുന്നത്. വാജ്പേയിക്ക് ഒരു സ്ത്രീയുമായി അടുപ്പമുണ്ടായിരുന്നു. അവർ അദ്ദേഹത്തോടൊപ്പം താമസിക്കുകയായിരുന്നു. അവരുടെ ഭർത്താവ് സെർവൻ ക്വാർട്ടേഴ്സിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. വാജ്പേയിയുടെ ഒരു മകൾ ഇവർക്കുണ്ടായി. ആ മകളെ വളർത്തുമകളായിട്ടാണ് വാജ്പേയി കരുതിക്കൊണ്ടിരുന്നത് എന്ന് പറഞ്ഞിട്ട് അവസാനം വാജ്പേയിയുടെ ഈ ഒരു സ്വഭാവ ദൂഷ്യത്തെ അല്ലെങ്കിൽ വാജ്പേയി സ്ത്രീലംബടന ആ തരത്തിലാണ് അദ്ദേഹം അഭിപ്രായം പ്രകടിപ്പിച്ചത്. ജയശങ്കർ ഇത്രയും നാളത്തെ വായന അനുഭവത്തിനിടയ്ക്കോ ഈ മറ്റു ആൾക്കാരോട് ഇങ്ങനെ ഒരു വാർത്ത കേട്ടിട്ടുണ്ടോ? അല്ല, ഇപ്പോൾ ഈ സുബ്രഹ്മണ്യ സ്വാമി ഇങ്ങനെയൊക്കെ ഈ വയസ്സുകാലത്ത് നിങ്ങളെ പ്രകടനം നടത്തുന്നതിൻ്റെ രഹസ്യം എനിക്കറിയില്ല. പക്ഷേ വാജ്പേയിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ജീവിതം ഇതുപോലെ നേരത്തെ തന്നെ ചർച്ചാ വിഷയമായിരുന്നതാണ്. അത് ഇദ്ദേഹമല്ല പറഞ്ഞിട്ടുണ്ട്. സുബ്രഹ്മണ്യ സ്വാമിക്ക് ഇപ്പോഴല്ലേ, സാക്ഷാൽ മൊറാർജിയുടെ മന്ത്രിസഭയിൽ ഇദ്ദേഹം വിദേശകാര്യമന്ത്രി. മൊറാർജി പേപ്പേഴ്സ് എന്ന് പറഞ്ഞൊരു പുസ്തകമായിട്ട് ഇറങ്ങി. അതിൽ പറയുന്നുണ്ട് വാജ്പേയിയെക്കുറിച്ച് ഇങ്ങനെയുള്ള കാര്യം. വാജ്പേയി വൈകുന്നേരം 8 മണിക്ക് ശേഷം സാമാന്യമായിട്ട് 2 അല്ല സാമാന്യമായിട്ട് മദ്യപിക്കുന്ന ആളായിരുന്നു. പല സ്ത്രീകളുമായിട്ട് അദ്ദേഹത്തിന് ബന്ധമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയിൽ ഇതുപോലുള്ള സ്ത്രീകളെ കൊണ്ടുവന്ന് ശാരീരിക വീഴ്ച നടത്തിയിരുന്നു എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അന്ന് വാജ്പേയി വളരെ ചെറുപ്പമാണ്, 50 വയസ്സൊക്കെ ഉണ്ടാവും. അപ്പോൾ അന്ന് തന്നെ മൊറാർജി ഭായി ഇത് എഴുതിയിട്ടുണ്ട്. അത് ഡൽഹിയിലെല്ലാ ആളുകൾക്കും അറിയുന്ന കാര്യമാണല്ലോ, പുതുമയൊന്നുമില്ല. ഈ മകളെക്കുറിച്ചുമൊക്കെ നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ട്. അവരെ കല്യാണം കഴിച്ച രഞ്ജൻ ഭട്ടാചാര്യ എന്ന് പറഞ്ഞ ഒരാളാണ്. അയാൾ തന്നെ അവിടുത്തെ ഒരു വലിയ പ്രമുഖനാണ് എന്ന്. നിഹാരിക എന്ന ഒരു ചെറിയ കുട്ടിയുണ്ട് ആ മകൾക്ക്. പക്ഷെ അതുപോലെ തന്നെയാണ് നമ്മുടെ നരേന്ദ്രമോദിയെക്കുറിച്ച് സുബ്രഹ്മണ്യ സ്വാമി പറഞ്ഞത്. നരേന്ദ്രമോദിയോടൊപ്പം കിടന്നിട്ടുള്ള സ്ത്രീകൾ പലരും MP-മാരാണ്. അദ്ദേഹം പോഡ്കാസ്റ്റിൽ വ്യക്തമായി പറഞ്ഞതാണ്. അത് നിഷേധിച്ചിട്ടില്ല, നിരോധിച്ചിട്ടില്ല, ഇപ്പോഴും പ്ലാറ്റ്ഫോംസിൽ ലഭ്യമാണ്. അങ്ങനെ വല്ല സംഭവങ്ങളും. പക്ഷേ നരേന്ദ്രമോദിയെക്കുറിച്ച് നമ്മളിതുവരെ കേട്ടിട്ടുള്ളത് അദ്ദേഹം സാത്വികനാണ്, ഒരു തെറ്റായ അല്ലെങ്കിൽ അതങ്ങനെ ഒരു ബ്ലാക്ക് മാർക്ക് അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിൽ ഇതുവരെ നമ്മൾ കേട്ടിട്ടില്ല എന്ന് വെച്ച് ഇങ്ങനൊരു സംഭവം ഇല്ലയെന്നും പറയാൻ പറ്റില്ല. ഈ സുബ്രഹ്മണ്യം സ്വാമി പറഞ്ഞു എന്നുള്ളതുകൊണ്ട് അങ്ങനെ ഒരു സാധനം ഉണ്ടെന്നും പറയാൻ പറ്റില്ല.
കാരണം സുബ്രഹ്മണ്യ സ്വാമിക്ക് എന്ന് പറയാൻ ലൈസൻസ് ഉണ്ട്. അല്ല സുബ്രഹ്മണ്യ സ്വാമി അല്ല സുബ്രഹ്മണ്യ സ്വാമി ഇങ്ങനെ പല സമയത്തും പലരെ കുറിച്ചും പലതും പറയും. വാജ്പേയിയെ കുറിച്ചുള്ളത് ലോകപ്രസിദ്ധമായിട്ടുള്ള കാര്യമാണ്, അതിപ്പോൾ മറച്ചു വെക്കാനൊന്നുമില്ല എന്നെനിക്ക് തോന്നുന്നു. പക്ഷേ മോഡിയെക്കുറിച്ച് ഇതിനു മുമ്പ് കേട്ടിട്ടില്ല എന്ന് വെച്ചാൽ നമ്മൾ കേട്ടില്ല എന്ന് വെച്ചാൽ അങ്ങനെ ഒരു സാധനം ഇല്ലെന്ന് അർത്ഥമില്ല. മറ്റൊന്ന് ഞങ്ങളുടെ ഈ അഭിപ്രായ വോട്ടെടുപ്പാണ് ഇപ്പോൾ നടത്തിയത്. M5 ലൈവ് നടത്തിയ അഭിപ്രായ വോട്ടെടുപ്പിൽ 1,08,455 പേർ, കുറേയേറെ ഒരു സ്പാൻ ഓഫ് ടൈം എടുത്താണ് അത്രയും പേർ വോട്ട് ചെയ്തു, വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ നമ്മളൊരു മാർക്കറ്റിംഗ് തന്ത്രമൊന്നുമല്ല, ജനങ്ങളെ വോട്ട് ചെയ്യാൻ ആവശ്യപ്പെട്ടു, പ്ലാറ്റ്ഫോംസിൽ അതിനുള്ള പ്രചാരണം കൊടുത്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇത്രയും പേര് വന്നപ്പോൾ ഇതിൽ മഞ്ചേശ്വരം, ഞാൻ ഓരോ ജില്ലയിലും പ്രധാനപ്പെട്ടത് മാത്രം പറഞ്ഞ് നമുക്ക് ഡിസ്കസ് ചെയ്തു പോവാം, ബാക്കി ജസ്റ്റ് വായിച്ചു പോവാം. മഞ്ചേശ്വരത്ത് ഏറ്റവും മഞ്ചേശ്വരമാണല്ലോ കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കെ സുരേന്ദ്രൻ മത്സരിക്കുന്ന അവിടെ. അപ്പോൾ കെ സുരേന്ദ്രൻ മത്സരിക്കുന്ന മഞ്ചേശ്വരത്ത് കഴിഞ്ഞ 2 പ്രാവശ്യം 2016 PB അബ്ദുൾ റസാഖ് മുസ്ലിം ലീഗാണ് ജയിച്ചത്, ഭൂരിപക്ഷം 89 ഉള്ളൂ. കേസും വഴക്കുമൊക്കെ ആയതാണ്. 2019 MC കമറുദ്ദീൻ ലീഗ് 7925 ബൈ ഇലക്ഷൻ. 21 AKM അഷ്റഫ് ലീഗ് ഭൂരിപക്ഷം 740, ചെറിയ ഭൂരിപക്ഷത്തിനാണ് മത്സരിച്ചത്. സുരേന്ദ്രൻ അവിടെ പൊതുവെ ജയിക്കുമെന്നാണ് ഇപ്പോൾ കരുതപ്പെടുന്നത്. അപ്പോൾ ഈ മഞ്ചേശ്വരത്ത് ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഇപ്പോൾ പ്രധാനമായിട്ട് വന്നിരിക്കുന്നത് സുരേന്ദ്രന് ഭൂരിപക്ഷം ലഭിക്കുന്ന ഒരു സംഗതിയിലേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിനുള്ള സാധ്യതയുണ്ട്. അതിന് നല്ല സാധ്യതയുണ്ട്, പല കാരണങ്ങളുമുണ്ട്. ഒന്നാമത് 2-3 തവണ തോറ്റാൾ എന്നുള്ളതൊക്കെ അദ്ദേഹത്തിന് മണ്ഡലത്തിൽ നല്ല സ്വീകാര്യതയുണ്ട്, പരിചയമുണ്ട്, അതും പ്രധാനമുള്ളൂ. കഴിഞ്ഞ തവണ അദ്ദേഹത്തിന് കോന്നിയിലും മഞ്ചേശ്വരത്തും ഒരുമിച്ച് മത്സരിച്ചുകൊണ്ടായിരിക്കും ഒരുപക്ഷെ പരാജയപ്പെട്ടതെന്ന് എനിക്ക് തോന്നുന്നു. ഒരു സ്ഥലത്ത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തെങ്കിൽ കുറേ കൂടി സാധ്യതയുണ്ടായിരുന്നു. രണ്ടാമത്തത് ഇത്തവണ BJP കുറേ കൂടി മെച്ചപ്പെട്ട അവസ്ഥയിലാണ്. പിന്നെ സുരേന്ദ്രൻ കഴിഞ്ഞ തവണ പാർട്ടിയുടെ സ്റ്റേറ്റ് പ്രസിഡൻ്റായിരുന്നു. ഇത്തവണ അങ്ങനെയുള്ള ഉത്തരവാദിത്വമൊന്നുമില്ല അദ്ദേഹത്തിന്, മഞ്ചേശ്വരത്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രവർത്തിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് ജയിക്കാൻ സാധ്യതയുണ്ട്. സുരേന്ദ്രൻ തുല്യ നിലയിൽ ലീഗ് സ്ഥാനാർത്ഥിയുമായിട്ട് മത്സരമുണ്ട്. പക്ഷേ ജയിച്ചാലും നമുക്ക് അത്ഭുതപ്പെടാനൊന്നുമില്ല. അതുപോലെ തന്നെ മഞ്ചേശ്വരം കഴിഞ്ഞാൽ കാസർഗോഡ് ലീഗ് സ്ഥാനാർത്ഥിക്കായിരിക്കും എപ്പോഴും, കാരണം അത് കുറച്ചുകൂടി മുസ്ലിം കൂടുതലുള്ള സ്ഥലമാണ്. കല്ലത്ര മായൻ ഹാജിയാണ് UDF സ്ഥാനാർത്ഥിയാണ് വരുന്നത്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും എനിക്ക് തോന്നുന്നു മുസ്ലിം ലീഗാണ് നല്ല മെജോറിറ്റി. ആദ്യം 2016 8,600 2021 12,901 വോട്ടെടുപ്പിട്ടുണ്ട്. പുതുമയിൽ ആരായിരിക്കും വരാൻ സാധ്യത? LDFന്റെ കാഞ്ഞങ്ങാട് എല്ലാം LDFന്റെ സീറ്റാണ്. പിന്നെ തൃക്കരിപ്പൂരാണ്. പിന്നെ ഇപ്പോൾ ആളുകൾ ചർച്ച എന്നൊരു നമ്മുടെ സന്ദീപ് വാര്യർ മത്സരിക്കുന്നുണ്ട്. അവിടെയും വലിയ അട്ടിമറിക്കൊന്നും സാധ്യത എനിക്ക് തോന്നുന്നു. CPM കോട്ടയാണ്, നായനാർ മത്സരിച്ചിരുന്ന സീറ്റാണ്. മനസ്സിലായില്ല. അപ്പോൾ തൃക്കരിപ്പൂര് ഒരിക്കലും സന്ദീപ് വാര്യർ അവിടെ ഒരു ഓളം ഉണ്ടാക്കിയിട്ടുണ്ടെന്നല്ലാതെ പണ്ട് തലശ്ശേരിയിൽ രാജ്ഭവൻ മത്സരിച്ച പോലെ റോളം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. തൃക്കരിപ്പൂരൊന്നും രക്ഷയില്ല. അവിടെ LDFന്റെ ഡോക്ടർ VPB മുസ്തഫ സിംഹം ചാനൽ കുറേ നാൾ അദ്ദേഹം ചാനൽ ചർച്ചകൾ സജീവമായിരുന്നു. ഗോവിന്ദമാഷിന്റെ PS ആയിരുന്നു, എനിക്കറിയാം കുറച്ച് നാൾ. അതുപോലെ തന്നെ കാഞ്ഞങ്ങാട് CPIയുടെ സീറ്റാണ്. ചന്ദ്രശേഖരൻ മത്സരിച്ചാണ്, 2 പ്രാവശ്യവും ചന്ദ്രശേഖരൻ മത്സരിച്ച് ജയിച്ചാണ്. നല്ല 26,000-27,000 വോട്ടിന്റെ ഭൂരിപക്ഷമുള്ള ഇപ്രാവശ്യവും LDF ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ ജയശങ്കർ CPI ബന്ധമുണ്ടോ? മെമ്പർഷിപ്പ് കളഞ്ഞില്ല. അവർ ഇടയ്ക്കൊന്ന് തിരിച്ചു തന്നു തോന്നുന്നു. ആരോ വീട്ടിൽ കൊടുത്തയച്ചെന്നൊക്കെ ഞങ്ങൾ പത്രക്കാരെന്ന് പറഞ്ഞ് ആക്ഷേപിച്ചായിട്ട് ഓർക്കുന്നു. അതാണ് കാസർഗോഡിൻ്റെ ഒരു സ്ഥിതി. കാസർഗോഡ് ജനങ്ങൾ, അതുപോലെ തന്നെ അടുത്ത കണ്ണൂരാണ് ഏറ്റവും വലിയ സംഭവ വികാസം നടക്കാൻ സാധ്യതയുള്ളത്. പയ്യന്നൂർ എങ്ങനെയുണ്ട്? കുഞ്ഞികൃഷ്ണൻ പച്ച തൊടുവും ബുദ്ധിമുട്ടാണ്. പയ്യന്നൂർ, തളിപ്പറമ്പ് അതൊക്കെ വലിയ മാറ്റങ്ങൾക്ക് സാധ്യതയില്ലാത്ത മണ്ഡലങ്ങളാണ്. അതുപോലെ കല്യാശ്ശേരി, പിന്നെ ഒരു നല്ലൊരു മത്സരം പറയാവുന്ന പേരാവൂരാണ്. ഇപ്പോൾ നമ്മുടെ ശൈലജ ടീച്ചർ പോയി മത്സരിക്കും. പക്ഷെ അവിടെയും കുടിയേറ്റ മേഖലയാണ്. സണ്ണി ജോസഫ് ജയിക്കാനാണ് കൂടുതൽ സാധ്യത. പക്ഷെ പയ്യന്നൂർ TM മസൂരൻ ഭൂരിപക്ഷം നല്ല 49,000 ഭൂരിപക്ഷം കണക്കാക്കണ്ട. എന്നാൽ പോലും ആത്യന്തികമായിട്ട്
CPM സ്ഥാനാർത്ഥി ജയിക്കാനാണ് സാധ്യത. പക്ഷേ CPM-ലെ വിമതന്മാർ ആദ്യമായിട്ടാണ് ഇത്രയും ഒരു വിമതശല്യം, അതെ. റാങ്ക് ആൻഡ് ഫയലിൽ നിന്നുള്ള വിമതശല്യം ഉണ്ടാകുന്നത്. അത് CPM-ന് പ്രത്യേകിച്ച് കണ്ണൂർ പോലുള്ള സ്ഥലത്ത്, ഇവിടെയൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ച് മനസ്സിലാക്കാം, കണ്ണൂർ പോലുള്ള സ്ഥലത്ത് അത് ഒരു സൈലന്റ് ആയ വോട്ടർമാരെ സ്വാധീനിക്കത്തില്ല. അല്ല, സൈലൻ്റായിട്ട് വോട്ടർമാരെ സ്വാധീനിക്കുന്നുണ്ട്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ CPM-നെ അട്ടിമറിക്കാൻ അവരുടെ സാധ്യതകളില്ല, പര്യാപ്തമല്ല. അതെന്തുകൊണ്ട് ഇവർ കുഞ്ഞുകൃഷ്ണമൊക്കെ പ്രചരണ രംഗത്തില്ലാത്ത കാര്യമായിട്ടില്ല? അല്ല, അതുകൊണ്ടല്ല, മൊത്തത്തിൽ UDF-നോട് ചേർന്നുകൊണ്ടും പിന്നെ UDF-ന്റെ സംവിധാനം വളരെ ദുർബലമാണ്. UDF-ന് ചേർന്ന ഒരു നല്ല സ്ട്രാറ്റജിയാണോ ഇവർക്ക്? അത് ശരിയായ ഒരു കാര്യവുമല്ല. ഇവർ കോൺഗ്രസിൻ്റെ പാതയ്ക്ക് പോകുമ്പോൾ തന്നെ അവരുടെ ക്രെഡിബിലിറ്റി പോയില്ലേ, അങ്ങനൊരു സാധ്യത. കണ്ണൂർ ജില്ലയിൽ ശരിക്കും ഫൈറ്റ് നടക്കുന്ന മണ്ഡലങ്ങൾ ഒന്ന് കണ്ണൂർ ടൗൺ, അവിടെ അതൊരു പൊതുവേ ഒരു കോൺഗ്രസിൻ്റെ മേൽക്കോയ്മയുള്ള സ്ഥലമാണ്. അവിടെ സുധാകരൻ മത്സരിച്ചെങ്കിൽ അതേ ജയിച്ചാണ്. പഴയ മേയർ മോഹനം മത്സരിക്കും. കണ്ണൂർ കടന്നപ്പള്ളി ഏറെ നാൾ കൊണ്ട് മത്സരിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ടി ഒ മോഹൻ പഴയ മേയർ ചെറുപ്പക്കാരനാണ്. പക്ഷേ സുധാകരൻ്റെ പിന്തുണയുണ്ട് എന്നുള്ളത് കൊണ്ട്. പക്ഷേ കണ്ണൂർ ടൗൺ ഒരു UDF മണ്ഡലമാണ്. മുസ്ലിം നല്ലപോലെ വോട്ടർമാരുള്ള മുനിസിപ്പാലിറ്റിയൊക്കെ UDF മത്സരിച്ചിട്ടുണ്ട്. കോർപ്പറേഷനിലാണ്. പക്ഷേ അതുകൊണ്ട് മണ്ഡലത്തിൽ അത് റിഫ്ലക്ട് ചെയ്യത്തില്ല. ആ മണ്ഡലത്തിൽ ഏറെക്കുറെ കോർപ്പറേഷൻ്റെ ഭാഗങ്ങൾ തന്നെയാണ് ഉള്ളത്. അഴീക്കോട് എന്തായിരുന്നു? അഴീക്കോട് നല്ല മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ്. അവിടെ ലീഗും മറ്റേ സുമേഷ് എന്ന് പറഞ്ഞ സുമേഷാണ് കഴിഞ്ഞ തവണ ജയിച്ചത്. സുമേഷിന് നല്ല 6141 ഭൂരിപക്ഷം ഉള്ളൂ. ഷാജിയായിട്ടായിരുന്നു. പക്ഷേ സുമേഷ് ജയിക്കാനുള്ള സാധ്യതയാണുള്ളത് അല്ലേ? സുമേഷാണ് ഇപ്പോൾ ഒരു എഡ്ജ് കാണുന്നത്. ധർമ്മടം പിന്നെ പറയണ്ടല്ലോ, ഈസി വാക്കറോ. തലശ്ശേരിയും പിന്നെ കാര്യമായിട്ട് പറയേണ്ട കാര്യമില്ല. 36-34,000 അത്തരത്തിൽ വോട്ടെടുത്ത്. ശൈലജ മത്സരിക്കുന്നത് പേരാവൂർ അല്ല, പക്ഷെ പേരാവൂരാണ്. അല്ല, കൂത്തുപറമ്പിൽ പ്രവീൺ മറ്റേ ശൈല ടീച്ചർക്ക് നല്ല ഭൂരിപക്ഷം കിട്ടിയിരുന്ന സ്ഥലം. അതെ, നമ്മുടെ PR കുറുപ്പിന്റെ മകൻ മോഹൻ ഇത്തവണ ഇല്ല. അതിന് പകരം പേരാവൂർ മോഹന് 9541 വോട്ട്. കൂത്തുപറമ്പ് ഇപ്പൊ പഴയ കൂത്തുപറമ്പ് അല്ലേ, മാർജിനിലാണ്. പഴയ പെരിങ്ങളമാണ് ഇപ്പോഴത്തെ കൂത്തുപറമ്പ്. മട്ടന്നൂർ നോക്കണ്ട അല്ലേ? മട്ടന്നൂർ കല്യാശ്ശേരി ഒന്നും PK സനോജ്. അത് പേരാവൂർ എങ്ങനെ വരും? പേരാവൂര് നല്ല മത്സരം നടക്കും. പക്ഷെ എന്നാലും സണ്ണി ജോസഫ് ജയിക്കാനുള്ള സാധ്യത. ശൈലജ ടീച്ചറിനെ അത് കൊണ്ട് ഇനിയിപ്പോൾ ബലിയാടായിട്ട് ശൈലജ ടീച്ചറുടെ രാഷ്ട്രീയ ഭാവി ഇതോടെ തീർക്കാം. എന്താണ് ശൈലജ ടീച്ചർക്ക് സംഭവിച്ചത്? അതോ CPM ശൈലജ ടീച്ചറെ ഒതുക്കിയതാണോ? അല്ല, രണ്ടുമുണ്ട്. ശൈലജ ടീച്ചർ അത് ഹൈപ്പായിരുന്നു ഒരു വലിയ അളവ് വരെ. അത്രയ്ക്ക് കഴിവുള്ള ആളല്ല. അല്ല. സത്യത്തിൽ ഈ ആരോഗ്യ മേഖലയിൽ ശരിക്കും ലാസ്റ്റിംഗ് കോൺട്രിബ്യൂഷൻ നടത്തിയത് ശ്രീമതി ടീച്ചറുടെ സമയത്താണ്. പക്ഷേ അവർ ഒരു കോമഡി കഥാപാത്രമായിട്ട് പൊതുവെ പ്രൊജക്റ്റ് ചെയ്യപ്പെട്ടു. അവരുടെ കാലത്ത് ഉണ്ടാക്കിയ പരിഷ്കാരങ്ങൾ ശരിക്കും ഇംപ്ലിമെൻ്റ് ചെയ്തത് ശൈലജ ടീച്ചറുടെ സമയത്തായിരുന്നു. അപ്പോൾ അതിൻ്റെ ഗുണഫലം അന്നാണ് കാണപ്പെട്ടത്. അതിനുപരിയായിട്ട് പിന്നെ നിപ്പ കൊറോണയൊക്കെ വന്നപ്പോൾ ആ സമയത്തെ ആരോഗ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് പിന്നെ ഇവരൊരു ഫിസിക്സ് ടീച്ചറാണല്ലോ, അവരുടെ ഒരു മറ്റും ഗൗരവം എല്ലാം കൂടി അതിന് പറ്റിയതായിരുന്നു. അപ്പോൾ അങ്ങനെ പ്രൊജക്റ്റ് ചെയ്യപ്പെട്ട ഒരു നേതാവാണ്. അതല്ലാതെ അവർക്ക് വലിയ ജനപിന്തുണയോ അല്ലെങ്കിൽ പാർട്ടിക്കകത്ത് ഒരുപാട് കൊല്ലം പ്രവർത്തിച്ച പരിചയമൊന്നുമില്ല. അങ്ങനെ കിട്ടിയതല്ല. അതൊരു കാര്യം. രണ്ടാമത് ഇവർക്ക് കൂടുതൽ പബ്ലിസിറ്റി കിട്ടിയപ്പോൾ സ്വാഭാവികമായിട്ടും കാരണഭൂതന് കലിപ്പായി. അപ്പോൾ തന്നെ അവർ സ്വാഭാവികമായിട്ട് അവരുടെ പക്ഷെ ആദ്യം ഞാൻ അറിഞ്ഞത് ശൈലജ ആദ്യം മന്ത്രിയായിട്ട് അവിടെ ചെല്ലുമ്പോൾ എല്ലാവരും വിജയേട്ടാന്നല്ലേ വിളിച്ചത്. ഇവരും വിജയേട്ടാന്ന് വിളിച്ചോ. ഫസ്റ്റ് ക്യാബിനറ്റ് മീറ്റിങ്ങിൽ വിജയേട്ടാന്ന് വിളിച്ചോ പറഞ്ഞു ചീഫ് മിനിസ്റ്റർ എന്ന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ് വിലക്കിയെന്നാണ്. അപ്പോൾ അന്ന് മുതലേ പുള്ളിക്കൊരു കലിപ്പടിച്ചു. അല്ല, പുള്ളി അങ്ങനെ ആരും വിളിക്കുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമല്ലോ. പുള്ളി എന്ത് വിളിക്കുന്ന ആൾക്കാർക്ക് ഇഷ്ടം? അദ്ദേഹത്തിന് ഇഷ്ടം ചീഫ് മിനിസ്റ്റർ, CM ആയിരിക്കാം, ക്യാപ്റ്റൻ. അത് സിന്ധു കിട്ടല്ലേ. ഇതുവരെ നമ്മൾ കാസർഗോഡ്, കണ്ണൂർ കാസർഗോഡ്, കണ്ണൂർ ജില്ലകളുടെ ഫലങ്ങളാണ് നമ്മളിതുവരെ അവലോകനം ചെയ്തത്. അതിൽ മുന്നിട്ട് നിൽക്കുന്ന ശതമാനം വോട്ട് ചെയ്ത അല്ലെങ്കിൽ അഭിപ്രായ വോട്ടെടുപ്പിൽ പങ്കെടുത്തവർ കൂടുതൽ ശതമാനം വോട്ട് ചെയ്ത സ്ഥലങ്ങൾ ഏതൊക്കെ പാർട്ടികളാണ് എന്ന് ഒന്ന് പറയാം. ഇതൊന്ന് LDF-ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഉദുമ, കാഞ്ഞങ്ങാട്, തൃക്കരിപ്പൂർ, പയ്യന്നൂർ, കല്യാശ്ശേരി, തളിപ്പറമ്പ്, അഴീക്കോട്, കണ്ണൂർ, ധർമ്മടം, തലശ്ശേരി, കൂത്തുപറമ്പ്, മട്ടന്നൂർ, പേരാവൂർ.
എന്നീ മണ്ഡലങ്ങളിലാണ് LDF മുന്നിട്ട് നിൽക്കുന്നതായിട്ട് നമ്മളതിൻ്റെ ശതമാനം ഡീറ്റെയിൽസിലേക്ക് പോകാത്തത് മാറ്റം മാറിമറിയാം. അപ്പോൾ അഭിപ്രായ വോട്ടെടുപ്പിൽ പങ്കെടുത്തവരിൽ ഭൂരിപക്ഷം ആൾക്കാർ പിന്തുണച്ചത് ഇവരെയാണ്. അത് ഇത്രയും സ്ഥാനങ്ങൾ LDFനാണ്. അപ്പോൾ വൻപിച്ച ഭൂരിപക്ഷമാണ് LDFന് മലബാർ പ്രദേശത്ത്. ഇവിടെ UDFന് കിട്ടുന്നത് കാസർഗോഡ്, ഇരിക്കൂർ ഈ മണ്ഡലങ്ങളിലാണ് നമുക്ക് UDFന് മേൽക്കൈയുള്ളതായിട്ട് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഇതിൽ മഞ്ചേശ്വരത്ത് മഞ്ചേശ്വരത്ത് സുരേന്ദ്രൻ്റെ 50% വോട്ടാണ് മഞ്ചേശ്വരത്ത്. 50% ഇതുവരെ പോൾ ചെയ്തതിൽ 50% പേര് പറഞ്ഞിട്ടുണ്ട്. അതിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ പയ്യന്നൂർ, മഹസൂരിന് ഇപ്പോൾ ഇത്രയും പ്രശ്നം ഉള്ള പയ്യന്നൂരിൽ 42.5% പേര് മഹസൂരിന് CPMലെ മഹസൂരിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ധർമ്മടത്ത് പിണറായി വിജയൻ്റെ കാര്യം പ്രത്യേകിച്ച് പറയാനില്ല. അപ്പം അതുപോലെ പേരാവൂർ, ഞാൻ പറഞ്ഞത് തളിപ്പറമ്പ് PK ശ്യാമള 47 വലിയ വിവാദമുള്ള സ്ഥലമാണ്. പേരാവൂർ ഷൈല ടീച്ചർ പക്ഷേ 37.3% പേര് മാത്രമേ വോട്ട് ചെയ്യുന്നതായിട്ട് കാണുന്നുള്ളൂ. ഇനി കോഴിക്കോട് ജില്ല, ഇനി വയനാട്, ഇനി കോഴിക്കോടുണ്ട്, വയനാടിൽ ഒന്ന് പറഞ്ഞു പോവാം. വയനാട് കുറച്ച് സീറ്റുകളേ ഉള്ളൂ, 3 സീറ്റേ ഉള്ളൂ. വയനാടിൽ മാനന്തവാടിയിൽ മന്ത്രി കേളു OR കേളുവാണ് ഭൂരിപക്ഷം സീറ്റുകൾ. മാനന്തവാടിയിലേക്ക് വന്നാൽ കേളുവിന് കൂടുതൽ സീറ്റുകൾ കിട്ടുമെന്നാണ്, പിന്നെ LDFന് കിട്ടുമെന്നാണ് ഇതിനകത്ത് പറയുന്നത്. അതുപോലെ തന്നെ കൽപ്പറ്റ സുൽത്താൻ ബത്തേരി, കൽപ്പറ്റയിൽ സിദ്ദിഖ് തന്നെ സ്വാഭാവികമായിട്ട് ജയിക്കും. കാരണം സിദ്ദിഖ് 2021 5470 ഭൂരിപക്ഷമുണ്ട്. പിന്നെ അടുത്തത് സുൽത്താൻ ബത്തേരിയാണ്. സുൽത്താൻ ബത്തേരിയിൽ നേരത്തെ പറഞ്ഞ കേളുവാണ്. സുൽത്താൻ ബത്തേരി IC ബാലകൃഷ്ണൻ വലിയ വിവാദം ഉണ്ടാക്കിയാണ്. IC ബാലകൃഷ്ണൻ കഴിഞ്ഞ പ്രാവശ്യം 2016 11,000 ഉണ്ടായിരുന്നു. 2021 11,000 ഭൂരിപക്ഷമുണ്ട്. തന്നെ അത് അവിടെ IC ബാലകൃഷ്ണൻ മുൻകൈ നേടാനാണ് സാധ്യത. കോഴിക്കോട് വളരെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ് കോഴിക്കോട്. നമ്മുടെ മരുമോൻ്റെ സ്ഥിതി എന്തായിരിക്കും? മരുമോൻ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുമല്ലേ? പിന്നെ അൻവർ രക്ഷയില്ല. കോഴിക്കോട് നോർത്ത്, അതുപോലെ ബേപ്പൂർ, പേരാമ്പ്ര, അങ്ങനെയുള്ള മണ്ഡലങ്ങൾ. കൊയിലാണ്ടിയിലാണ് പിന്നെ ഒരു മത്സരം ഉണ്ടാകാൻ സാധ്യതയുള്ളത്. പിന്നെ നാദാപുരം. നമ്മുടെ കണക്കനുസരിച്ച് പേരാമ്പ്ര, ബാലുശ്ശേരി, എലത്തൂർ, കോഴിക്കോട് നോർത്ത്, ബേപ്പൂര്, ഇത്രയും മണ്ഡലങ്ങൾ LDFനാണ്. UDFന് കിട്ടുന്നത് പറഞ്ഞാൽ അതാണ് പ്രധാനം. UDFന് വടകര, KK രമ, വടകര, കുറ്റിയാടിയിലും വലിയ മത്സരം നടക്കുന്ന മണ്ഡലമാണ്. പാറക്കൽ അബ്ദുള്ള മുസ്ലിം ലീഗ്. നാദാപുരം വരുന്നുണ്ട്. നാദാപുരം CPIയുടെ സീറ്റാണ്. അവസാനം കൊയിലാണ്ടിയിൽ പ്രവീൺ കുമാർ മത്സരിക്കുന്നു, DCC പ്രസിഡന്റ്. പിന്നെ അത് UDFന്റെ ആണ് ഈ പറയുന്നത്. കോഴിക്കോട് സൗത്ത് ലീഗിന്റെ സീറ്റാണ്. അതെ, ഇത്രയും സീറ്റുകളാണ് അവിടെ UDFനെ സംബന്ധിച്ച് വലിയ മുന്നേറ്റമാണ്. കോഴിക്കോട് വലിയ മുന്നേറ്റമാണ്. കോഴിക്കോട് ബാക്കിയുള്ളത് ജസ്റ്റ് വായിച്ചു പോവാം. വടകര നേരത്തെ പറഞ്ഞ പോലെ രമയാണ്. പിന്നെ കുറ്റിയാടി പാറയ്ക്ക് അബ്ദുള്ള UDFന്റെ കാൻഡിഡേറ്റാണ്. നാദാപുരം ഇപ്പോൾ ആവശ്യം UDFന്റെ അഭിജിത്തും അഭിജിത്തും വസന്തം LDFന്റെ ഇവരാണ് മത്സരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം 2 പ്രാവശ്യവും വിജയൻ 4000 വിജയൻ പ്രാവശ്യം പുള്ളി ബിഗ് വെച്ച് പുള്ളിയെ ഔട്ടാക്കിയാണ്. അങ്ങനെ കൊയിലാണ്ടിയിൽ നേരത്തെ പ്രവീൺ കുമാർ DCC പ്രസിഡന്റാണ്. ദാസൻ മത്സരിക്കുന്നു. അതുപോലെ ഫാത്തിമ തഹിലിയ UDFന്റെ പേരാമ്പ്രയിൽ, TP രാമകൃഷ്ണൻ ഇവിടെ ജയിക്കാൻ സാധ്യത. കാരണം TP രാമകൃഷ്ണൻ അവിടെ രണ്ടാമത്തെ പ്രാവശ്യം 22,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമുണ്ട്. ആദ്യത്തെ വർഷം കുറവാണെങ്കിൽ. അതുപോലെ ബാലുശ്ശേരി പുരുഷൻ കടലിൽ നേരത്തെ മത്സരിച്ചാണ്, സച്ചിൻ ദേവ് മത്സരിച്ച് ജയിച്ചതാണ്. ഇപ്രാവശ്യം സച്ചിൻ ദേവ് തന്നെയാണ് മത്സരിക്കും ഈസിയായിട്ട്. എലത്തൂർ ശശീന്ദ്രൻ
ഈ എലത്തൂരൊന്നും അങ്ങനെ വലിയ മത്സരമില്ല. മത്സരമില്ല. പക്ഷേ ശശി തന്നെ സമ്മതിക്കണം. കാരണം എന്ത് പ്രശ്നമുണ്ടെങ്കിലും ജനങ്ങൾ പാർട്ടി പറഞ്ഞാൽ ഞാൻ മത്സരിക്കുമെന്നാണ്. എനിക്ക് എന്ത് പ്രയാസം പാർട്ടി എന്ന് പറഞ്ഞാൽ പുള്ളി തന്നെയാണ്. എനിക്ക് എന്ത് പ്രയാസം ഉണ്ടെങ്കിലും പാർട്ടി പറഞ്ഞാൽ ഞാൻ മത്സരിക്കുമെന്നാണ്. അതുപോലെ തോട്ടത്തിൻ്റെ കോഴിക്കോട് സൗത്ത് ഇപ്രാവശ്യം എങ്ങനെയിരിക്കും? സൗത്തിലെ ലീഗല്ലേ? അല്ലേ? ലീഗ് നാഷണൽ ലീഗുമാണ്. കോഴിക്കോട് സൗത്ത് കോഴിക്കോട് അല്ല, അത് നോർത്താണ്. കോഴിക്കോട് നോർത്ത് ജയന്തും തോട്ടത്തിൽ രവീന്ദ്രൻ തോട്ടത്തിൽ തന്നെ ജയിക്കും. അത് വലിയൊരു മാർക്സിസ്റ്റ് മണ്ഡലമാണ്. അതെ. പിന്നെ കോഴിക്കോട് സൗത്തിൽ ഫൈസൽ ബാബു UDFൻ്റെയും അഹമ്മദ് ദേവർകോവില്. അതെങ്ങനെയുണ്ട് ഇപ്പോൾ? അത് ഇത്തവണ ലീഗ് ജയിക്കും. കഴിഞ്ഞ തവണ അവിടെ വനിതാ സ്ഥാനാർത്ഥി കൊണ്ട് തോറ്റുപോയത്. ബേപ്പൂര് ഭൂരിപക്ഷം കൂടും. കാരണം ഇപ്രാവശ്യം 28,000 ഭൂരിപക്ഷമാണ്. അപ്പം അതുപോലെ റിയാസ് നല്ലപോലെ മണ്ഡലം നോക്കിയിട്ടുണ്ട്. മണ്ഡലത്തിലുണ്ടായിരുന്നു. പിന്നെ കഴിയുന്നത്ര വികസന പ്രവർത്തനങ്ങളും ഇവിടെ നടത്തിയിട്ടുണ്ട്. പിന്നെ ഒരു സ്റ്റാർഡം ഉണ്ട്. പിന്നെ അപ്പുറത്ത് അൻവറാണെന്നുള്ളൊരു അല്ല, കുന്നമംഗലത്ത് ആരായിരിക്കാം? കുന്നമംഗലത്ത് PT റഹീം തന്നെ ജയിക്കാൻ സാധ്യത. അതുപോലെ തന്നെ കൊടുവള്ളിയിൽ ലീഗിൻ്റെ സീറ്റാണ്. അതെ, ലീഗിൻ്റെ PK ഫിറോസ് തന്നെ. ഫിറോസ് കൊണ്ടുവന്ന ഒരു സ്റ്റാർ ആക്കുകയാണല്ലോ ഫിറോസിനെ. തിരുവാമ്പാടിയിൽ വലിയ ഫൈറ്റുള്ള മണ്ഡലമാണ്. ലിൻഡോ തന്നെ ജയിക്കാനാണ് സാധ്യത. അവസാനം സാമുദായികമായി ചേരിതിരിവുണ്ടാവും. പക്ഷെ വലിയ ഭൂരിപക്ഷം ഒന്നും ഉണ്ടാവില്ല. പക്ഷെ എന്നാലും ലിൻഡോ തന്നെ ജയിക്കാനാണ് സാധ്യത. അപ്പോൾ ഇത്രയാണ്. ഞാൻ വേറൊന്ന് ചോദിച്ചോട്ടെ. ഈ വ്യക്തിപരമായ വിലയിരുത്തൽ ജയശങ്കർ വളരെ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മതി, അതിൽ വലിയ വിശദമായിട്ട് പറഞ്ഞു. ഈ മന്ത്രിമാരെ കുറിച്ച് ഓരോ മന്ത്രിമാരെ കുറിച്ച് പേര് പറഞ്ഞാൽ ഒരു വാക്കിൽ മറുപടി പറയാം. വി അബ്ദുൾ റഹ്മാൻ മറ്റു തരത്തിൽ കുഴപ്പക്കാരനൊന്നുമല്ല. പക്ഷെ മന്ത്രി എന്നുള്ള നിലയ്ക്ക് വളരെ മോശമാണ്. GR അനിൽ സ്വന്തം പാർട്ടിക്കാരൻ. GR അനിൽ ഈ പറഞ്ഞ പോലെ വളരെ ചീത്തപ്പേരുണ്ടാക്കാതെ 5 കൊല്ലം കഴിച്ചു കൂട്ടി. അത് തന്നെ വലിയ കാര്യമില്ല. ഈ സിവിൽ സപ്ലൈസ് വകുപ്പിൽ KN ബാലഗോപാൽ സത്യത്തിൽ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യപ്പെട്ട ഒരു മന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള കഴിവുകൾ ആളുകൾ കണ്ടില്ല. പിന്നെ എപ്പോഴും സാമ്പത്തിക പ്രതിസന്ധി ആയിരുന്നല്ലോ. പ്രധാന കാര്യം വലിയ കുഴപ്പമില്ലാതെ കൊണ്ടുപോയി. ട്രഷറി പൂട്ടിട്ട് വന്നില്ല. ബിന്ദു അത് ദയനീയമായിരുന്നു. പരിതാപകരമായിരുന്നു. വിജയരാഘവൻ പോലും സഹിക്കില്ല. ചിഞ്ചുറാണി ഒരു മിനിസ്റ്റർ എന്നുള്ള എനിക്ക് വലിയ ഇമ്പ്രഷൻ ഒന്നും ഉണ്ടായി. മന്ത്രി ഉള്ളതായിട്ട് പോലും നമുക്ക് ഫീൽ. പിന്നെ അവരുടെ വകുപ്പ് അത്ര കാര്യപ്പെട്ട വകുപ്പൊന്നുമില്ല. നമ്മളാരും പറഞ്ഞില്ലല്ലോ അവരെ. മൃഗസംരക്ഷണ വകുപ്പും അങ്ങനെയുള്ള വകുപ്പുകളായിരുന്നു. അതൊന്നും അങ്ങനെ ഈ ആരോഗ്യ വകുപ്പിലൊക്കെ വരുന്ന വലിയ പരാജയം സംഭവിച്ചാലേ ആളുകൾ അറിയുള്ളൂ. വിദ്യാഭ്യാസ വകുപ്പ്, ആരോഗ്യ വകുപ്പ്, ആഭ്യന്തര വകുപ്പൊക്കെ ജനങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കും. മൃഗസംരക്ഷണ വകുപ്പ് അല്ലെങ്കിൽ ഡയറി ഡെവലപ്മെന്റ് ഒന്നും ആളുകൾ ശ്രദ്ധിക്കും. പശു വല്ല അസുഖം പിടിച്ചു, വല്ല താറാവും അസന്ത പടർന്ന് പിടിക്കുകയൊക്കെ ചെയ്യണം. അപ്പോഴേ KB ഗണേഷ് കുമാർ നല്ല മന്ത്രിയായിരുന്നു ആസ് എ മിനിസ്റ്റർ. മറ്റു തരത്തിലുള്ള പല പേരുദോഷങ്ങളും പെരുമാറ്റ ദോഷങ്ങളൊക്കെ ആരോപിച്ചാലും KSRTCയിലെ ഡ്രൈവർമാർക്കും കണ്ടക്ടർമാർക്കും 30-ാം തീയതി ശമ്പളം കിട്ടാൻ തുടങ്ങി. അത് ചെറിയ കാര്യമല്ലോ. പക്ഷേ ഒരു കാലത്ത് ഈ KSRTCക്കാരിലെ ഈ ഗണേശൻ എയ്ഡ്സാന്ന് പറഞ്ഞ് പരസ്യം ചെയ്ത് വാർത്ത ഉണ്ടാക്കി. അല്ല, അതിൽ കാര്യമൊന്നുമില്ല. ഇപ്പോൾ പുള്ളിക്ക് എയ്ഡ്സ് അല്ല എന്ന് പറഞ്ഞാൽ ഒരു പരസ്യം കൊടുക്കും. ഗണേശൻ എന്നോട് ഭയങ്കര ഒരു വൈരാഗ്യമാണ്, വിരോധമുണ്ട്. ഞാൻ ആ ഗണേശനെ രാജിവെക്കുന്നതിൻ്റെ ഒരു കാരണക്കാരനാണ്. പഴയ അപ്പം അതിനുശേഷം ഗണേശ് എന്നോട് സംസാരിച്ചിട്ടില്ല. കാണുമ്പോൾ ഒന്ന് ചിരിക്കും, അത് മാത്രമേ ഉള്ളൂ. ഇപ്പം എനിക്ക് സത്യത്തിൽ അന്ന് ഗണേശനെ രാജിവെപ്പിച്ച് എനിക്ക് വലിയ വിഷമമുണ്ട്. കാരണം ഗണേശനെ ആദ്യമായിട്ട് പ്രസംഗിപ്പിക്കുന്ന ഞാനാണ്. ഈ ഇരകൾ ഇറങ്ങുന്നതിന് ഒരാഴ്ച മുമ്പ് ഗണേശനെ എൻ്റെ നാട്ടിൽ കൊണ്ടുപോയി പ്രസംഗിപ്പിച്ച. ഗണേശൻ നല്ല സുഹൃത്താണ്. എൻ്റെ നാട്ടിലും പിന്നെ മംഗളത്തിലും നൂറാട്ടമൊക്കെ വന്ന് എന്നെക്കുറിച്ച് വലിയ വാക്കുകളൊക്കെ സംസാരിച്ചതാണ്. പക്ഷേ വലിയ വിഷമമായിപ്പോൾ എനിക്കും. പക്ഷെ ഇപ്പോൾ സംസാരിക്കാം. കേളു എങ്ങനെയാണ്? OR കേളു വലിയ കുഴപ്പമില്ലാതെ കാര്യങ്ങൾ കുറച്ച് കാലം കിട്ടിയുള്ളൂ എങ്കിലും ഉള്ള സമയത്ത് കുഴപ്പമില്ലാതെ കൊണ്ട്. കൃഷ്ണൻകുട്ടി വന്യവയോധികനായ ഒരു മന്ത്രി. പക്ഷേ പുള്ളി പറഞ്ഞ പോലെ വലിയ അപകടമൊന്നും ഉണ്ടാക്കാട്ടും. വൈദ്യുതി പ്രശ്നമൊന്നും ഇല്ല. റിയാസും ഒരു മിനിസ്റ്റർ നല്ല കുഴപ്പമില്ലാത്ത നല്ല മാർക്ക് കൊടുക്കാവുന്ന ആളാണ്. നമ്മുടെ പി പ്രസാദ് കൃഷിമന്ത്രി. കൃഷി വകുപ്പിലേക്ക് ഇന്നത്തെ കാലത്ത് എന്ത് ചെയ്യാനുള്ള? കൃഷി ഇല്ലാണ്ടായില്ലേ. പിന്നെ കൃഷി വകുപ്പിൽ നമ്മളൊരു ബെഞ്ച് മാർക്ക് വെച്ചേക്കുന്നത് മുല്ലക്കര രത്നാകരനാണ്. ആ നിലയിലേക്ക് എത്താൻ പിന്നെ ആർക്കും സാധിച്ചിട്ടില്ല. അതിന് മുമ്പ് പറ്റിയിട്ടില്ല, അതിന് ശേഷം പറ്റിയിട്ടില്ല. പക്ഷേ പ്രസാദ് എന്നാലും ഒരു ജനകീയനായ മന്ത്രിയാണ്. ആർഭാടമില്ല, അഴിമതിയില്ല. എൻ്റെ നാട്ടുകാരനാണ്, നമ്മുടെ അനിയസ്ഥാനീയനാണ്.
കെ രാജൻ എങ്ങനെയുണ്ട്? ഒരു എൻ്റെ ശ്രദ്ധയിൽ വളരെ നല്ലൊരു മന്ത്രിയായിട്ടാണ്, നല്ല മന്ത്രിയായിട്ടാണ് കെ രാജൻ. വളരെ സൈലൻ്റ് ആയിട്ട്, വലിയ വാചാലതയൊന്നും ഇല്ലെങ്കിലും രാജൻ ഒരു നല്ല മന്ത്രിയായിരുന്നു. പി രാജീവ് എങ്ങനെയുണ്ട്? പി രാജീവ് വ്യവസായ മന്ത്രി എന്നുള്ള നിലയ്ക്ക് പോരാ. കേരളത്തിൽ കൃഷിയില്ലെന്ന് പറഞ്ഞ പോലെ വ്യവസായവും ഇല്ല. വ്യവസായം മുടക്കും. ആര് ഇന്നത്തെ കാലത്ത് ധൈര്യപ്പെട്ട ആരെങ്കിലും ഇവിടെ വന്ന് കാശ് കൊടുക്കും? അതില്ല. പിന്നെ പുള്ളി പൊതുവേ ഒരു മന്ത്രി എന്നുള്ള നിലയ്ക്ക് വലിയ കുഴപ്പമില്ലാതെ തട്ടുകടില്ലാണ്ട് കൊണ്ടുപോയി. സലീം കുമാർ മാത്രമല്ല ഈ നിയമസഭയിലൊക്കെ പുള്ളി സാമാന്യം വൃത്തിയായിട്ട് കാര്യങ്ങൾ കൊണ്ടുവന്നു, പ്രസന്റ് ചെയ്തു. ബാലഗോപാലിനെ അപേക്ഷിച്ച് രാജീവിനുള്ളൊരു മേന്മ അതാണ്. രാജീവ് ബാലഗോപാൽ അല്ല വലിയ ഒറേറ്റർ അല്ല. രാജീവാണെങ്കിൽ കുറച്ച് പോയിന്റ് വെച്ച് പറയും. പിന്നെ ഇത്തിരി താത്വിക അവലോകനം നടത്തി. അത് എപ്പോഴും ഉണ്ടാവില്ല, എപ്പോഴും ചില സമയത്ത്. അതെനിക്കൊന്ന് ആദ്യം ഒരടി സോഷ്യൽ മീഡിയ കൊടുത്തു, അതോടെ പുള്ളി നോർമലായെന്ന് തോന്നുന്നു. എം പി രാജേഷ് എങ്ങനെയുണ്ട്? എം പി രാജേഷ് വേണ്ടത്ര എത്തിയില്ല. മാത്രമല്ല ഈ മദ്യവകുപ്പിൽ നിരന്തരം പരാതികൾ വരുന്നുള്ളൂ. എന്ത് ചെയ്താലും ചെയ്തില്ലെങ്കിലും പരാതിയാണ്. പിന്നെ നാട്ടിലെമ്പാടും ബാറുകൾ, അത് പുള്ളിയുടെ കുഴപ്പമല്ല, പാർട്ടിയുടെ നയം മാറിയതുകൊണ്ട്. അതെ, രാജേഷ് സ്പീക്കറായിരുന്നു നല്ലത്. അതെ അതെ. രാമേന്ദ്രൻ കടന്നപ്പള്ളി പിന്നെ അതൊക്കെ ഉള്ളതില്ലാതെ തമ്മിൽ വ്യത്യാസമില്ല. അഹമ്മദ് ദേവർകോവിൽ, അതെ, അതൊക്കെ പറയാം. റോഷി അഗസ്റ്റിന് വലിയ കുഴപ്പമില്ലാതെ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇവിടെ ജോസ് കെ മാണിയുടെ വലിയൊരു വൃക്ഷം നിന്നിട്ടും ജോഷി എമർജ് ചെയ്ത് നന്നായി വന്നു. അതെ അതെ അതെ. ഒരു പൊളിറ്റിക്കൽ ലീഡർ എന്നുള്ള നിലയ്ക്ക് പോകുന്നു. മന്ത്രി എന്നുള്ള നിലയ്ക്കും മോശം ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ വലിയ വെള്ളക്ഷാമൊന്നും ഉണ്ടായിട്ടില്ല. സജി ചെറിയാനൊക്കെ വലിയ കടമാണ്. സാംസ്കാരിക മന്ത്രി എന്നുള്ള നിലയ്ക്ക്, സാംസ്കാരിക മന്ത്രി, വിദ്യാഭ്യാസ മന്ത്രി അവരവരുടെ മേഖലകളിൽ വമ്പിച്ച പരാജയമായിരുന്നു. പക്ഷേ വിദ്യാഭ്യാസ മന്ത്രി ആദ്യം കുഴപ്പമില്ല, അവസാന ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നല്ല വെച്ച വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് ആരൊക്കെയോ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അല്ല, അതിൽ വേറെ കാര്യമുണ്ട്. ഇദ്ദേഹത്തിന് പറ്റിയത് കാര്യങ്ങളൊക്കെ ഒരുപാട് ഈ അടിസ്ഥാന സൗകര്യങ്ങളിലൊക്കെ വലിയ വികസനമുണ്ട്. നമ്മൾ ശ്രീമതി ടീച്ചറുടെ കാര്യത്തിൽ പറഞ്ഞ പോലെ ഒരുപാട് നല്ല കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു. യൂത്ത് ഫെസ്റ്റിവലടക്കം എല്ലാ കാര്യങ്ങളും വൃത്തിയായിട്ട് ചെയ്തു. പക്ഷേ കുഴപ്പമെന്ന് വെച്ചാൽ ഇദ്ദേഹം വാ തുറന്ന് എന്തെങ്കിലും പറഞ്ഞാൽ അത് ആളുകൾ അത് വെച്ച് ഇയാളെ പരിഹസിക്കും. ഈ ശ്രീമതി ടീച്ചർക്ക് പറ്റിയ അതേ അബദ്ധമാണ് ശിവൻകുട്ടിക്കും പറ്റിയത്. ശിവൻകുട്ടി ചെയ്ത എല്ലാ നല്ല കാര്യങ്ങളും പുള്ളിയുടെ നാക്കുപഴകളിലും, അതെ, ആ പുള്ളിയുടെ നാക്കുപഴകളിലും പുള്ളി മറ്റു തരത്തിൽ നടത്തിയ വിഡിത്തങ്ങൾ കൊണ്ടും അത് ലാപ്സായിപ്പോയി. വാസവൻ ഒരു ഗംഭീരനായിരുന്നു. പിന്നെ സഹകരണ വകുപ്പിൽ മാത്രമല്ല, മറ്റേ എക്സൈസ് അടക്കമുള്ള മറ്റെല്ലാ കാര്യങ്ങളിലും. അല്ല, എക്സൈസ് ഇദ്ദേഹത്തിൻ്റെയാണ്. പൊതുവെ എല്ലാ കാര്യം കഴിവുള്ള ഒരു ഗംഭീരനായ മന്ത്രിയാണ്. വലിയ കുഴപ്പമില്ലാതെ ദേവസ്വം ഉണ്ടായിരുന്നു, മറ്റു പല വകുപ്പുകളുണ്ട്. നമ്മുടെ വീണ എങ്ങനെയുണ്ട്? വീണ കഷ്ടമായിരുന്നു. വീണയ്ക്കെതിരെ ഈ പത്രക്കാർ, ഞാൻ ആലോചിച്ചു, വീണയ്ക്കെതിരെ എന്താണ് ഈ പത്രക്കാർ ഇത്ര പ്രശ്നം ഉണ്ടാക്കുന്നത്? നമ്മുടെ ഒന്നുമില്ലേ സ്വർഗത്തിൽ, അതുകൊണ്ടും ആയിരിക്കാം ഒരു പക്ഷേ. ഞാൻ തിരുവനന്തപുരത്തെ പത്രക്കാരോട് കൊണ്ടുപോയി ചോദിച്ചു, വീണ ആദ്യം പത്തനംതിട്ട മത്സരിച്ചല്ലോ, ആറന്മുള മത്സരിച്ച സമയത്ത് ഞാൻ അന്ന് മംഗളത്തിൻ്റെ ആണ്, ജയശങ്കർ അറിയാമല്ലോ. അപ്പോൾ അത് വീണയും ജോർജിൻ്റെ കെയർ ഓഫിലാണ് വീണയ്ക്ക് സീറ്റ് കിട്ടുന്നത്. മറ്റേ സഭാ സെക്രട്ടറി ആയിരുന്നു. വീണയും ഭർത്താവോട് എന്നെ ഒരു ദിവസം വിളിച്ചിട്ട്, മത്സരം ഇത് കാൻഡിഡേറ്റാണ്, മത്സര രംഗത്ത് നിൽക്കുക, എന്നെ കാണണമെന്ന് പറഞ്ഞു. ഞാൻ കോട്ടയത്തായിരുന്നു. ആ മനോരയുടെ ഓപ്പോസിറ്റ് താലി ഹോട്ടലിൽ ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് അവരുണ്ടോ അവിടെ വന്നു. വീണ ഒറ്റ കരച്ചിലാണ്. കാരണം അന്ന് സജിത് പരമേശ്വരൻ എന്ന് മംഗളത്തിന് പത്തനംതിട്ട ഒരു ലേഖകനുണ്ടായിരുന്നു. അയാൾ നിരന്തരം, നമ്മൾ ഈ ലോക്കൽ പേജ് ആയതുകൊണ്ട് ഞാൻ അറിയുന്നില്ല, നിരന്തരം വീണയെ പീഡിപ്പിക്കുന്നു, വീണയെ അങ്ങ് ബുദ്ധിമുട്ടിക്കുന്നു, ഉപദ്രവിക്കുന്നു, വാർത്ത കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞു. വീണ ഒറ്റ കരച്ചിൽ ബീപ്പ് ചെയ്തു. അപ്പോൾ ഞാൻ ആൾക്കാരൊക്കെ ദോശ തിന്നുകൊണ്ടിരിക്കുക, നമ്മളൊരു ദോശ പിടിച്ചോണ്ടിരിക്കുക. അന്നേരം ആൾക്കാരെ അറിയുകയും ചെയ്യും. അതാണ് കുഴപ്പം. അപ്പോൾ അങ്ങനെ ഞാൻ വീണ അത് ടി വിയിലൊക്കെ വരുന്നത് വീണ എല്ലാവർക്കും അറിയാം. അപ്പോൾ ഞാൻ വീണയെ സാന്ത്വനിപ്പിച്ചു. അതുപോലെ അപ്പോൾ ഞാൻ അവരുടെ മുമ്പ് വെച്ച് സജിത്തിനെ വിളിച്ചോണ്ട്, സജിത്തെ ഇനി വീണെ താൻ വാർത്ത എഴുതണ്ട, വീണയ്ക്ക് അനുകൂലമായിട്ട് എതിരായിട്ടും എഴുതണ്ട എന്ന് പറഞ്ഞാൽ പ്രശ്നമൊക്കെ. പിന്നെ ഞാൻ അറിയുന്നത് പത്രക്കാർ അത് കഴിഞ്ഞു. പിന്നെ ഞാൻ അങ്ങനെ തിരുവനന്തപുരത്ത് പോയിട്ട് നിരന്തരം അവരെ വല്ലപ്പോഴും വിളിക്കേണ്ട കാര്യം പോലും ഉണ്ടായിട്ടില്ല. പക്ഷെ പത്രക്കാർ എന്ന് കഴിഞ്ഞാൽ അവർ വെളിയിൽ അരമണിക്കൂർ നിർത്തും, കാണാൻ അനുവദിക്കത്തില്ല. അപ്പോൾ പത്രക്കാരൊരു ബദ്ധവൈരി ആയിട്ട് ഇവരെ പ്രഖ്യാപിച്ചു. അപ്പോൾ പത്രക്കാരല്ലേ തിരിച്ചു കൊടുക്കത്തില്ലേ? അതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു പക്ഷേ അതായിരിക്കാം. അത് മാത്രമല്ല, അവരുടെ മൊത്തത്തിലുള്ള പെരുമാറ്റത്തിലൊക്കെ ഈ പറഞ്ഞ രീതിയിൽ വലിയ മാറ്റം. അവർ ഫോൺ വിളിച്ചെടുക്കില്ല. ഫോണിൽ ഞാൻ വിളിച്ചാലല്ല, പാർട്ടി ജില്ലാ സെക്രട്ടറി വിളിച്ചെടുക്കില്ല. വീണ ജോർജിനെ കുറിച്ചുള്ളൊരു തമാശ, വീണ ജോർജിനോട് എന്തെങ്കിലും കാര്യം പറയണമെങ്കിൽ
കാതോലിക്ക ബാവയെ കൊണ്ട് വിളിപ്പിക്കണം എന്നല്ല. കാതോലിക്ക ബാവ വിളിച്ചാൽ വീണ പോകും. അതിൽ കുറഞ്ഞ ആര് വിളിച്ചാലും എടുക്കില്ല. അല്ലെങ്കിൽ പിന്നെ പിണറായി വിജയനെ കൊണ്ട് വിളിപ്പിക്കും. അത് നമ്മളെ കൊണ്ട് സാധിക്കുകയില്ല. ഈ പിണറായി ഒന്ന് വിലയിരുത്തിയേക്കണം. അല്ല, പിണറായി വിജയൻ ശക്തനായ ഭരണാധികാരിയാണ്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ എല്ലാ അധികാരങ്ങളും അദ്ദേഹത്തിൽ കേന്ദ്രീകരിച്ചിരിക്കുകയും അദ്ദേഹത്തിൻ്റെ ഒരു ഏകാധിപത്യമായിട്ട് മാറിച്ചു. ജി സുധാകരൻ പിണറായി വിജയനെ കുറിച്ച് പറഞ്ഞ ശ്രദ്ധിച്ചു കാണുമല്ലോ. ഒന്ന് 6 അടി ഉയരം, നല്ല ഭക്ഷണം കഴിക്കും, നല്ല മനുഷ്യൻ, ലോകത്താരോട് സ്നേഹമില്ല. ഇല്ല. ശരിയാണോ? അത് ശരിയായിരിക്കും. പുള്ളി മൊത്തത്തിൽ ഈ കണ്ണൂർക്കാരുടെ പഴയ മൂശയിൽ വാർത്തെടുക്കപ്പെട്ട ഈ മസിൽ എല്ലാം പഴയ കാലത്തെ മാർക്സിസ്റ്റ് നേതാക്കന്മാരുടെ എല്ലാ സ്വഭാവ സവിശേഷതകളും ഇദ്ദേഹത്തിനുണ്ട്. കാര്യം അവരെക്കാളും കുറച്ച് പ്രായത്തിൽ കുറവാണെങ്കിൽ ഒരുപക്ഷെ കഠിനമായ ജീവിത യാഥാർത്ഥ്യങ്ങൾ കൊണ്ടായിരിക്കും അങ്ങനെ ആയിപ്പോയത്. ഓരോരുത്തരുടെ സാഹചര്യങ്ങളാണല്ലോ, ആയിരിക്കാം. പക്ഷേ അതിന് ശേഷവും അദ്ദേഹത്തിന് ആ ഒരു മൂശ അതിൽ നിന്ന് പുറത്തു വരാൻ പറ്റിയിട്ടില്ല. അതൊരു കാര്യം. പിന്നെ കാർക്കശ്യക്കാരനാണ്. പിന്നെ എല്ലാ അധികാരങ്ങളും ഒരാൾ കേന്ദ്രീകരിച്ചിരിക്കുന്നു. അതല്ല ഏറ്റവും വലിയ കുഴപ്പം. അപ്പോൾ അദ്ദേഹം എടുക്കുന്ന തീരുമാനം തെറ്റാണെങ്കിൽ നമ്മളെല്ലാവരും അത് അനുഭവിക്കണം. പുള്ളി മാത്രം അനുഭവിച്ചാൽ പോരാ. കാരണം കേരള മുഖ്യമന്ത്രിയാണ്, പാർട്ടി സെക്രട്ടറി അല്ല. അപ്പോൾ അതുണ്ടാക്കുന്ന പ്രത്യാഘാതം ഭയങ്കരമല്ല. ഇയാളുടെ ഈ മാത്രമല്ല, പ്രായം കൂടുന്നതനുസരിച്ച് പുള്ളിയുടെ ശാഠ്യ സ്വഭാവത്തിന് കൂടുതലല്ലാതെ കുറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ അനാരോഗ്യം, വാർദ്ധക്യം, ഇതൊക്കെ പ്രശ്നങ്ങളാണ്. പക്ഷെ പുറത്ത് പുലിയാണല്ലോ, അകത്തില്ലാതാ പറയും. വീട്ടിനകത്ത് വളരെ ശാന്തനും മര്യാദക്കാരനും ആയിരിക്കും. കുട്ടികളെ എടുത്ത താലോലിക്കുന്നവനും ഒക്കെയാണെന്നാ പറയുന്നത്. അല്ല, പുള്ളി വീട്ടിൽ ചാച്ചാ നെഹ്റുവായിട്ട് നാട്ടുകാർക്ക് പ്രയോജനമില്ല. നമ്മൾ കാണുന്ന ആളല്ലേ നോക്കണം. ജയശങ്കർ, മലപ്പുറത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ ചർച്ചയ്ക്ക് വലിയ പ്രസക്തിയില്ല. 16 സീറ്റാണ്. 16 മണ്ഡലങ്ങളുണ്ട്. 16 മണ്ഡലങ്ങളുടെ പ്രസക്തി എന്ന് വെച്ചാൽ അത് UDF സംബന്ധിച്ചിടത്തോളം വലിയൊരു ഈടുവെപ്പാണ്. 14 മണ്ഡലങ്ങൾ UDF കിട്ടും. 14 UDF ആണ്. 2 LDF-ന് ചാൻസ്. 2 LDF-ന് എന്തെങ്കിലും സാധ്യതകളൊന്ന് പൊന്നാനിയും മറ്റേത് തവന്നൂരും. പൊന്നാനിയിലെ മുൻ PSC ചെയർമാൻ MK സക്കീർ മത്സരിക്കുന്നു. പ്രാദേശികമായിട്ട് CPM-കാരുടെ ഇടയിൽ തന്നെ അദ്ദേഹത്തെക്കുറിച്ച് വലിയ എതിർപ്പുണ്ട്. അവിടെ CPM-ഉം കോൺഗ്രസും തമ്മിൽ നേരിട്ട് മുട്ടുന്ന മണ്ഡലം. മറ്റേത് തവന്നൂരാണ്. തവന്നൂർ അതെ, മനസ്സില്ലാ മനസ്സോടെയാണ് ജലീൽ മത്സരരംഗത്ത് വന്നത്. ജലീൽ മത്സരിക്കില്ല എന്ന് നേരത്തെ പറഞ്ഞിരുന്നു. ബാക്കിയുള്ള മണ്ഡലം പ്രത്യേകിച്ച് മങ്കടയും അതുപോലെ വേങ്ങരയും മുൻ SDPI സ്ഥാനാർത്ഥികളാണ് ഇപ്രാവശ്യം CPM-ന്റെ. അത് സത്യത്തിൽ CPM-ന് അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമില്ലെന്ന് മാത്രമല്ല ദോഷമുണ്ട് തന്നെ. ഹിന്ദുക്കളുടെ ഇടയിൽ വലിയ ദോഷം ചെയ്യും. ഹിന്ദുക്കളുടെ ഇടയിൽ മാത്രമല്ല, പൊതുസമൂഹത്തിൽ തന്നെ SDPI-യുമായിട്ടുള്ള കൂട്ടുകെട്ട് CPM-ന് ദോഷമേ ഉണ്ടാകും. പിണറായി പലയിടത്തും ഉത്തരം മുട്ടി നിൽക്കുന്നതും അതുകൊണ്ടാണ്. SDPI-യുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ടാന്ന് ധൈര്യസമേതം പറയാം. എന്നാൽ വെച്ചാൽ ഇവരുടെ വോട്ട് കാര്യമായിട്ടില്ല. അല്ല, ഒന്ന് അവർക്ക് കാര്യമായിട്ട് വോട്ടില്ല, 2 അവരുടെ വോട്ട് കിട്ടിയതുകൊണ്ട് പ്രത്യേകിച്ച് ഫലമില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് അവരുടെ സീറ്റ് വേണ്ട, ഞങ്ങൾക്ക് അവരുടെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞ് തീർന്നു. അത് പറഞ്ഞേക്ക് പറയും ഞാൻ പറഞ്ഞ് ആളുകളെ വെറുപ്പിക്കുക. പിന്നെ തിരൂരാണ് അബ്ദുൾ റഹ്മാൻ. വീണ്ടും തിരൂർ വന്നു. അബ്ദുൾ റഹ്മാൻ ആയതുകൊണ്ട് അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് അദ്ദേഹം തിരൂർക്കാരനാണ്. സ്വാധീനമുള്ള ഒരു പ്രദേശമായതുകൊണ്ട് ഒരു ഫൈറ്റ് ഉണ്ടാക്കാൻ പറ്റും. ജയിക്കുന്നൊക്കെ പറഞ്ഞാലും ബുദ്ധിമുട്ടാണ്. പാലക്കാട് പൊതുവെ LDF-ന് മേൽക്കോയ്മയുള്ളൊരു ജില്ലയാണ്. അവിടെ ശരിക്കും പറഞ്ഞാൽ UDF-ന്റെ 2 സീറ്റിൽ ഒന്നും മണ്ണാർക്കാടാണ്. മണ്ണാർക്കാട് ഷംസുദ്ദീൻ വീണ്ടും മത്സരിക്കുന്നു. ഷംസുദ്ദീൻ വീണ്ടും ജയിക്കാനാണ് സാധ്യത. പിന്നെ ഒരു സീറ്റ് പാലക്കാടാണ്. പാലക്കാട് രമേഷ് പിഷാരടി വന്ന് നിൽക്കുന്നു. രാഹുൽ മാങ്കൂട്ടുണ്ടാക്കിയ ചീത്തപ്പേര് അവിടെ ഉണ്ട്. പിന്നെ മറുഭാഗത്ത് ശോഭാ സുരേന്ദ്രൻ വളരെ സ്ട്രോങ് വിക്കറ്റിൽ നിൽക്കും. പാലക്കാട് BJP-ക്ക് കിട്ടുമെന്നാണ് ഒരു പക്ഷേ കിട്ടിയേക്കാവുന്ന മണ്ഡലമാണ്. മാത്രമല്ല CPM സ്ഥാനാർത്ഥി വളരെ നോൺ എൻറ്റിറ്റിയാണ്. ഇങ്ങനെ പല ഘടകങ്ങളുടെ അതുപോലെ അയാൾ ഹോട്ടലുകാരനോ. അതെ. അപ്പോൾ UDF LDF-ന്റെ എന്ന് ആരോപണമുണ്ട്. ഇനി ഡീലല്ലെങ്കിൽ പോലും അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ സ്വാഭാവികമായിട്ടും പാർട്ടിക്കാരുടെ വോട്ടിൽ ചോർച്ച ഉണ്ടാവും, അല്ലെങ്കിൽ അനുഭാവികളുടെ വോട്ടിൽ ചോർച്ച ഉണ്ടാവും. ആ ചോർച്ച സ്വാഭാവികമായിട്ടും തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥിയായിരിക്കും ഗുണം കിട്ടുക. ഷൊർണൂർ PK ശശിക്ക് ക്ലച്ച് പിടിക്കുമെന്ന് തോന്നുന്നില്ല. ബുദ്ധിമുട്ടാണ്. ഒറ്റപ്പാലം PK ശശി, അതുപോലെ തന്നെ മലമ്പുഴ സുരേഷും കുറച്ചൊരു ഓളം ഉണ്ടാക്കാവുന്ന. അതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവിടെയൊക്കെ CPM-ന്റെ ഉറച്ച. പട്ടാമ്പിയാണ് പിന്നെയും കോൺഗ്രസിന് മത്സരിച്ച് ജയിക്കാമായിരുന്നൊരു സീറ്റ്. പക്ഷേ അവിടെ ജയിക്കാവുന്ന സ്ഥാനാർത്ഥിക്കല്ല സീറ്റ് കൊടുത്തത്. അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ പാലക്കാട് ജില്ലയിൽ വലിയ അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കേണ്ട. പിന്നെ വലിയ അതിഭയങ്കരമായ UDF തരംഗം ഉണ്ടാവുകയാണെങ്കിൽ 1-2 സീറ്റുകളൊക്കെ വേണമെങ്കിൽ കിട്ടിയേക്കാം. അത്രേ. പട്ടാമ്പി ഒരു ചാൻസ് ചാൻസ് ഉണ്ടാകുമായിരുന്നു. പക്ഷേ അത് ഈ സ്ഥാനാർത്ഥി പോരാ, അതാണ് പ്രശ്നം. UDF-ന്റെ
LDFിൻ്റെ സ്ഥാനാർത്ഥി പിന്നെ അവിടെ സിറ്റിംഗ് ആണ്. കഴിഞ്ഞ 10 കൊല്ലമായിട്ട് പുള്ളി അവിടെ ഉണ്ട്. അപ്പോൾ പാലക്കാട് 12 സീറ്റ്, 12 ഏതാണ്ട് 10, കൂടിയാൽ 9 സീറ്റ് LDFിന് കിട്ടും. 9 അല്ലെങ്കിൽ 10 സീറ്റ് കിട്ടും. 9-10 സീറ്റ് LDFിന് കിട്ടിയേക്കാം. അപ്പോൾ അതൊരു, പിന്നെ അതുപോലെ ഒരു ഗുരുവായൂർ മുതൽക്ക് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലേക്ക് കയറുകയാണ്. തൃശ്ശൂർ ജില്ലയിലേക്ക് കയറുകയാണ്. തൃശ്ശൂർ ജില്ലയിലും ഈ പറഞ്ഞ പോലെ LDFിനാണ് മേൽക്കോയ്മ. 1-2 സീറ്റുകൾ കൂടുതലായിട്ട് കിട്ടിയേക്കാം. ഒന്നുകിൽ തൃശ്ശൂർ ടൗൺ മണ്ഡലത്തിൽ ആദ്യ ഇത്തവണ കോൺഗ്രസ് തിരിച്ചു പിടിക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണ്. പത്മജയ്ക്ക് സാധ്യതയില്ല. പത്മജയോ അല്ലെങ്കിൽ ഇയാളോ ആയിരിക്കാം. പക്ഷേ നമ്മുടെ പോളിംഗിൽ പത്മജയ്ക്കാണ് തൃശ്ശൂർ. പത്മജ അവിടെ സീരിയസ് ആയിട്ടുണ്ട്. പിന്നെ നരേന്ദ്രമോദി വന്നു പോയി, അതൊക്കെ ശരിയാണെങ്കിലും മറ്റേ മുൻ മേയർ രാജൻ പല്ലൻ സീരിയസ് ആയിട്ട് ഫൈറ്റ് ചെയ്യുന്നു. അതുപോലെ ജയിക്കാവുന്ന മറ്റൊരു സീറ്റ് എന്ന് പറയുന്നത് TN പ്രതാപൻ, എവിടെ മണലൂർ. അതും ജയിക്കുന്ന ഉറപ്പൊന്നുമില്ല. പക്ഷേ കോൺഗ്രസ് സീറ്റാ പഴയ പഴയ ദേവസ്വക്കുട്ടിയുടെ കാലത്ത് കോൺഗ്രസ് സുധീരൻ. അതെ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അത്, പക്ഷേ രവീന്ദ്രനാഥാണ് CPM സ്ഥാനാർത്ഥി. അവിടെ വലിയ ഫൈറ്റ് ഉണ്ടാവും എന്നുള്ളൊരു സംശയമില്ല. മാത്രമല്ല BJP സ്ഥാനാർത്ഥി KK അനീഷ് കുമാർ അവിടെ ലോക്കലായിട്ട് നല്ല ഹോൾഡറുള്ള ആളാണ്. അപ്പോൾ ഇങ്ങനെ നല്ല ട്രയാങ്കുലർ ഫൈറ്റിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ BJP പിടിക്കുന്ന വോട്ട് ആരെ കൂടുതൽ ബാധിക്കുന്നുള്ളിടത്താണ് അതിൻ്റെ റിസൾട്ട് ഇരിക്കുന്നത്. UDFിന് പക്ഷേ വലിയ ഇല്ല, ചാലക്കുടി അവരുടെ സിറ്റിംഗ് സീറ്റ് അത് നിലനിർത്തും. പക്ഷേ കുന്നംകുളം കഴിഞ്ഞ പ്രാവശ്യം ചെറിയ സീറ്റിനാണ് CP ജോൺ തോറ്റത്. കുന്നംകുളത്ത് CP ജോണല്ല, മറ്റേ ഇയാളാണല്ലോ ഇത്തവണ. മറ്റേ കഴിഞ്ഞ പ്രാവശ്യം അല്ല, കഴിഞ്ഞ മുമ്പത്തെ തവണ. ഇപ്പോൾ മൊയ്തീനാണ് മത്സരം. മൊയ്തീൻ കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചു. പ്രാവശ്യം പക്ഷേ മൊയ്തീന് 7000 വോട്ടിൻ്റെ ഭൂരിപക്ഷമേ ഉള്ളൂ. തവണ മലപ്പുറം ജില്ലയിലെ ഇറക്കുമതി ചെയ്ത സ്ഥാനാർത്ഥിയാണ് അജയ് മോഹൻ. അതെ, മറ്റേ മോഹനകൃഷ്ണൻ്റെ മകൻ. പക്ഷെ അതൊന്നും കൊണ്ട് കളിച്ചു പിടിക്കുമെന്ന് തോന്നുന്നില്ല. ഇടുക്കി എങ്ങനെ ആയിരിക്കും? ഇടുക്കിയിൽ ഇത്തവണ UDF മുന്നേറുമെന്നാണ് പുറമെ കേൾക്കുന്നത്. പ്രത്യേകിച്ച് ഇടുക്കി എന്ന് പറഞ്ഞ സീറ്റിൽ ആദ്യമായിട്ട് വളരെ കാലം കൂടി ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി വന്നിരിക്കുന്നു, റോയ് കെ പൗലോസ്. അതുകൊണ്ട് വലിയ ഇളക്കി മറിച്ച് പ്രചരണം നടത്തുന്നുണ്ട്. റോഷി അഗസ്റ്റിന് അടിയാവുമെന്ന് കേൾക്കുന്നു. പക്ഷേ റോഷി അഗസ്റ്റിന് അത്ര പെട്ടെന്ന് തോൽപ്പിക്കാൻ പറ്റില്ല. സീസൺഡ് ഫൈറ്ററാണ്. പക്ഷെ മണിയില്ലാത്ത ഉടുമ്പൻചോല എങ്ങനെയുണ്ട്? മണിയില്ലെങ്കിലും ഉടുമ്പൻചോലയിൽ CPM ജയിക്കാനുള്ള സാധ്യത. KK ജയചന്ദ്രൻ കുറച്ചും കൂടി വലിയ ഫൈറ്ററാണ്. ഈ PJ ജോസഫ് മകനെ കളത്തിലിറക്കിയത് മകൻ ജയിക്കും. കാരണം എന്താ വെച്ചാൽ മകൻ അച്ഛൻ മാറിയല്ലോ എന്നുള്ള ആശ്വാസം. അല്ല, അത് മാത്രമല്ല, മകൻ കുറച്ചുകൂടി സെൻസിബിളാണ്. പിന്നെ എതിർ സ്ഥാനാർത്ഥി വളരെ വീക്കാണ്. എതിർ സ്ഥാനാർത്ഥി വളരെ ദുർബലനാണ്. അതാണ് അവിടുത്തെ ഒരു പ്രശ്നം. നമുക്ക് അടുത്ത എറണാകുളം പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. എറണാകുളം ഈ മലപ്പുറത്തിൻ്റെ വേറൊരു കോൺഗ്രസ്സുകാരുടെ വളരെ എവിടെയെങ്കിലുമൊക്കെ പിടിച്ചെങ്കിലേ ഉള്ളൂ. അതെ, വല്ലതൊക്കെ വീണ് കിട്ടിയാലേ ഉള്ളൂ. അപ്പോൾ അത് പ്രധാനമായിട്ട് മത്സരം നടക്കുന്ന ഒരു മണ്ഡലം കളമശ്ശേരിയാണ്. P. രാജീവ് ജയിക്കാൻ സാധ്യത. വേറെ എങ്ങും ഇല്ലല്ലോ. പിന്നെ അനൂപ് ജയിക്കും. അപ്പോൾ 2 സ്ഥലമല്ലേ ഉള്ളൂ അവർക്കുള്ളൂ. അല്ല, അവർ കയ്യിലിരിക്കുന്ന സീറ്റ് കോതമംഗലമാണ്. കോതമംഗലത്ത് ആന്റണി ജോൺ സിറ്റിംഗ് MLA. പിന്നെ കൊച്ചിയിൽ KJ മാക്സി 4 സീറ്റാണ് കയ്യിലുള്ളത്. പിന്നെ ഒന്ന് കുന്നത്ത് നാടാണ്, അത് സ്വാഹ. കുന്നത്ത് നാട് സജീന്ദ്രൻ തന്നെ ജയിക്കാനുള്ള സാധ്യത. അപ്പോൾ അതാണ് എറണാകുളം ജില്ല. മലപ്പുറത്തിൻ്റെ ആശ്വാസമുള്ള ചില സ്ഥലങ്ങളാണ്. കോൺഗ്രസ് വേർഷനാണ്. കോട്ടയം അതുപോലെ തന്നെ. കോട്ടയം UDF ജില്ലയാണ്. കോട്ടയത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ കോട്ടയത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനും പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മനും നിരാക്ഷേപമായിട്ട് ജയിക്കും. പിന്നെ പാലായിൽ മാണി സി കാപ്പൻ. ജോസ് കെ മാണി സാധ്യതയില്ലേ? മാണിയുടെ സാധ്യത വളരെ ജോസ് കെ മാണി ഷോൺ ജോർജും തമ്മിലാണ് മത്സരം. പക്ഷേ ജോസ് കെ മാണി അവിടെ പോയി നിൽക്കേണ്ട മത്സരം കാര്യമില്ലായിരുന്നു. കടുത്തുരുത്തിയിലും ബുദ്ധിമുട്ടാണ്. കടുത്തുരുത്തിയിൽ മോൻസ് സ്ട്രോങ് വിക്കറ്റിൽ. മാണി സാറ് പോലും 5000 താഴെ ഭൂരിപക്ഷേ മിക്കവാറും ഇപ്പോഴും ഉണ്ടായിട്ടുള്ളൂ. അതും CPM കാർ വോട്ട് ചെയ്തിട്ട് അറിയാമല്ലോ. അതെ, ലാലിച്ചിന് കാശ് കൊണ്ട് കൊടുക്കുന്നതൊക്കെ നമ്മൾ കഥകൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ കാഞ്ഞിരപ്പള്ളിയിലൊക്കെ ഇവരുടെ സ്ഥാനാർത്ഥി വീക്കാണ് കോൺഗ്രസിൻ്റെ. പൂഞ്ഞാറിൽ ട്രയാങ്കുലർ ഫൈറ്റാണ്. അതും നമുക്ക് പ്രവചിക്കാൻ പറ്റും. PC സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. PC വലിയ ആത്മവിശ്വാസത്തിലാണ്. ആത്മവിശ്വാസം കുറഞ്ഞുകൊണ്ട് പുള്ളി തോക്കില്ല. ആത്മവിശ്വാസം അല്ലല്ലോ ആണ് മാനദണ്ഡമെങ്കിൽ. അതെ, പുള്ളി ജയിക്കും. അല്ല, പുള്ളി
ആത്മവിശ്വാസം നല്ല കാൻഡിഡേറ്റ് ആണ്. ജനപിന്തുണയുണ്ട്. പിന്നെ BJP സ്ഥാനാർത്ഥിയായിട്ടുള്ള ഇത്തവണ നിൽക്കുന്നത്. അപ്പോൾ ആ വോട്ട് കൂടി പ്രതീക്ഷിക്കാം. കുറച്ചൊരു ക്രിസ്ത്യൻ വോട്ടും BJP വോട്ടും ഉണ്ട്. പക്ഷെ മുസ്ലിങ്ങളുമായിട്ട് ഇഷ്യൂ ഇപ്പോൾ ഇപ്പോഴുണ്ട്. അതിപ്പോഴുണ്ട്. മുസ്ലിം വോട്ടുകൾ പൂർണ്ണമായിട്ടും ഒരു സ്ഥാനാർത്ഥിക്ക് കിട്ടും. അത് ഒന്നെങ്കിൽ കോൺഗ്രസിന് കിട്ടും, അല്ലെങ്കിൽ മാണി ഗ്രൂപ്പിന് കിട്ടും. പുള്ളിക്ക് കിട്ടിക്കൊണ്ടിരുന്ന പുള്ളിക്ക് പണ്ട് കിട്ടി അതുകൊണ്ട് കൊണ്ട് കളഞ്ഞതാണ്. അതുപോലെ തന്നെ പിന്നെ ഏറ്റുമാനൂരാണ് വലിയ മത്സരം നടക്കുന്ന ഒരു മണ്ഡലം. അവിടെ നാട്ടകം സുരേഷ് മറ്റേ വാസവന് വലിയ വെല്ലുവിളി ഉയർത്തിയിട്ട് എന്നാലും വാസവൻ ഏറ്റവും അവസാനം വാസവൻ തന്നെ ജയിക്കും. ഒന്നാമത് മണ്ഡലം തന്നെ ഒരു കമ്മ്യൂണിസ്റ്റ് മണ്ഡലമാണ്. മാത്രമല്ല അവിടെ വാസവൻ അത്ര ശക്തനാണ്. ഈ വാസവൻ എല്ലാ ലൂക്ക് ആൻഡ് കോർണറും വാസവൻ എത്തുമായിരുന്നു. അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. മറ്റൊന്ന് ഈ വിമതന്മാരെ കുറിച്ച് എന്താണ്, നമ്മളിപ്പോൾ മന്ത്രിമാരെ കുറിച്ച് അഭിപ്രായം ചോദിച്ചു. വിമതന്മാരിൽ ഇപ്പോൾ ശക്തരായ 2 വിമതർ എന്ന് പറയുന്ന ഒന്ന് ഐഷ പൂറ്റി കൊട്ടാരക്കരയിലും ജി സുധാകരൻ അമ്പലപ്പുഴയിലും. അവർക്ക് ചാൻസ് ഉണ്ടോ? സുധാകരന് നല്ല ചാൻസ് ഉണ്ട് വ്യക്തിപരമായിട്ട്. ഐഷ പൂറ്റിയും ഈ പറഞ്ഞ പോലെ അവസാനം വേണമെങ്കിൽ ഒരു സർപ്രൈസ് ഉണ്ടാക്കാം എന്നുള്ളതാണ്. ശശിയെക്കുറിച്ച് എന്താ അഭിപ്രായം? PK ശശിയൊക്കെ ഒരു തീരാ ശാപമാണ്. ഒരിക്കലും UDF അങ്ങനെ ഒരു വിഴുപ്പ് പാണ്ഡം എടുത്ത് തോളത്ത് വെക്കരുതായിരുന്നു എൻ്റെ അഭിപ്രായം. ഇവരെന്തിനാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കിയത്? എന്തിനാണ് എൽദോസ് കുന്നപ്പള്ളിക്ക് സീറ്റ് നിഷേധിച്ച് എന്നിട്ട് PK ശശിക്ക് സീറ്റ് കൊടുക്കാന്ന് വെച്ചാൽ എന്തൊരു അപമാനമാണ്. ഒന്ന് ആലോചിച്ചു. ഒറ്റപ്പാലം ഏതായാലും ജയിക്കുന്ന സീറ്റല്ല. അവിടെ ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരെ മത്സരിച്ച് തോക്കട്ടെ. അതിനിപ്പോൾ അത്രയല്ലേ ഉള്ളൂ. PS സുരേഷിൻ്റെ മലപ്പുഴയിൽ നിർത്തുന്ന പോലെ അല്ലല്ലോ PK ശശി ഒറ്റപ്പാലത്ത് നിർത്തുന്നത്. ഇനി അയാൾ ജയിച്ചാൽ തന്നെ അപമാനമല്ലേ. ഇങ്ങനെയുള്ള ആളുകളൊക്കെ ജയിപ്പിക്കേണ്ട അത്യാവശ്യമുണ്ട്. അതുപോലെ മങ്കടയിലും വേങ്ങരയിലും സ്ഥാനാർത്ഥികൾ ജയിച്ചാൽ തന്നെ അതെ ആജീവനാന്ത CPM ചീത്തപ്പേരല്ലേ. അത് ചീത്തപ്പേരല്ലേ. അതൊക്കെ നിതാന്ത ബാധ്യത. MV ഗോവിന്ദൻ മാഷ് ഇപ്പോൾ പത്രസമ്മേളനമൊക്കെ നിർത്തി ഒതുക്കിയോ? പുള്ളി എന്താ ചെയ്തെന്നറിയില്ല. പുള്ളി ഇനിയിപ്പോൾ തിരിച്ചു വരുമോ? എന്താ പുള്ളിയെക്കുറിച്ച് അഭിപ്രായം? ഗോവിന്ദൻ മാഷ് സത്യത്തിലൊരു സാധു മനുഷ്യനാണ്. പക്ഷേ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി ആയിരിക്കാൻ വേണ്ട ആ ഒരു തോൾബലം പുള്ളിക്കില്ല. ശക്തമായൊരു ഭാരവാഹി എന്ന് പറഞ്ഞാൽ അതാണ്. ചെറിയ കാര്യം വഹിക്കണം. ഭാരം ശരിക്കും വഹിക്കണം. അപ്പോൾ അത് വഹിക്കാനുള്ള ശക്തി അദ്ദേഹത്തിന് ഭാര്യയെ കൊണ്ട് നിർത്തിയത് ക്ഷീണമായി പോയി. അത് വേണ്ടിയിരുന്നില്ല. ആർക്കും ചവിട്ടാവുന്ന കുഴപ്പമില്ലായിരുന്നു. അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. ഈ M സ്വരാജിനെ കുറിച്ച് എന്താ നിങ്ങൾ? സ്വരാജ് ഈ യുവതലമുറയിൽ കരുത്തനായ ഒരു നേതാവാണ്. പക്ഷേ അദ്ദേഹം ഈ നമ്മുടെ പിണറായി വിജയൻ ഒരു 60 വയസ്സിൽ ആർജിച്ച ഒരു തൻപ്രമാണിത്വവും ധാർഷ്ട്യവും പുള്ളി 30 വയസ്സിൽ ആർജിച്ചു. അതാണ് കുഴപ്പം. അത് പിണറായി വിജയൻ ആവാം. പുള്ളി കണ്ണൂർ ജില്ലയിലാണ്, ചെറുപ്പത്തിലെ വൃദ്ധനായി കണ്ണൂർ ജില്ലയിലാണ്. ഇവിടെ ഇത് മധ്യ കേരളത്തിൽ ഇത് ചിലവാകുമല്ലോ. ഇവിടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പോലെ വിനയാന്വിതരെ കണ്ടിട്ടുണ്ട്. അതെ, നമ്മൾ കണ്ടിട്ടുള്ളത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഉമ്മൻചാണ്ടി വിനയാന്വിതരെയാണ് കൂടുതൽ കണ്ടത്. അപ്പോൾ ഇവിടെ വന്നതെടുത്ത ചിലവാകില്ല. അത് കുഴപ്പം. ഓരോന്നിനും ഇവിടെ സ്ഥലമില്ലേ. നമ്മുടെ AK ബാലനെ കുറിച്ച് എന്താ പറയുക? AK ബാലൻ്റെ ഒരു പാവം, ആർക്കൊരു ദ്രോഹമൊന്നും ചെയ്യുന്ന ആളല്ല. മന്ത്രി എന്നുള്ള നിലയ്ക്ക് വലിയ കുഴപ്പമില്ല, നല്ല മനുഷ്യനായിരുന്നു. MV ജയരാജൻ പറ്റിയൊക്കെ എന്ത് പറയാൻ? MV ജയരാജൻ പ്രത്യേകിച്ച് ബുദ്ധിയോ വൈഭവമോ ഒന്നും ഇല്ലാത്തൊരു മനുഷ്യൻ. CPM-ലായതുകൊണ്ട് മന്ത്രി വരെയായി, അത്രേ ഉള്ളൂ. ഈ P ജയരാജനെ എല്ലാവരും ഒതുക്കി കളഞ്ഞല്ലോ. P ജയരാജൻ പാർട്ടിയേക്കാൾ വളരുന്നു, പിണറായിയേക്കാൾ ശക്തനാകുന്നു തോന്നിയപ്പോൾ പുള്ളി ഒരു വഴിക്കാക്കി. ശൈലജ ടീച്ചർക്ക് ഇപ്പോൾ പറ്റിക്കൊണ്ടിരിക്കുന്ന പുള്ളിക്ക് അന്ന് പറ്റി. ഈ മണിയാശാൻ MM മണി പുള്ളി ഒരു സത്യസന്ധമായി പറയുന്നത്, കാരണം ഈ പെൻഷനൊക്കെ കൊടുത്തിട്ട് ജനങ്ങൾ വോട്ട് കൊടുക്കാതെ തോൽപ്പിച്ചപ്പോൾ പുള്ളി സത്യസന്ധമായിട്ടാണ് പറയുന്നത്. ജനങ്ങൾ ഇന്ന് വാങ്ങിച്ചോണ്ട് നന്ദികേട് കാണിച്ചെന്ന് പറയും. അപ്പോൾ മണിയാശനെ കുറിച്ച് എന്ത് പറയും? അതൊരു പൊതുപ്രവർത്തകൻ പറയാവുന്ന വർത്താനമല്ല. അല്ല, ഇപ്പോൾ റേഷൻ മുടങ്ങാതെ കിട്ടുന്നുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് വോട്ട് ചെയ്യണമെന്ന് പറയാം. ഇനി ആളുകൾ വോട്ട് ചെയ്തില്ലെങ്കിൽ റേഷൻ മേടിച്ചിട്ട് നിങ്ങൾ ചീത്ത പറഞ്ഞൊന്നും ചോദിക്കുന്നതിൽ കാര്യമില്ല. അവിടെയാണ് പ്രശ്നം കിടക്കുന്നത്. നമ്മുടെ H സലാമിനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്താണ് അഭിപ്രായം? H സലാമിനെ കുറിച്ച് പണ്ട് തൊട്ടേ പല ആരോപണങ്ങളും ആക്ഷേപങ്ങളൊക്കെ SDPI ബന്ധമുണ്ട് എന്ന് പറയപ്പെടുന്ന ഒരാൾ. അപ്പോൾ ആ രീതിയിൽ അത് ഇപ്പോൾ തുടങ്ങിയതല്ല, പണ്ട് തൊട്ടേ അങ്ങനെ ഒരു സംഗതി കേട്ടിട്ടുണ്ട്. ജയശങ്കറിൻ്റെ അടുത്ത സുഹൃത്ത് KV തോമസ് മാഷ്, എന്താ പുള്ളിക്ക് സംഭവിച്ചത്? KV തോമസ് മാഷ് സത്യത്തിൽ ഈ ആളുകൾ പറയുന്ന പോലെ അത്ര മോശക്കാരനൊന്നും അല്ല. അദ്ദേഹം വളരെ കഴിവുള്ളൊരു മനുഷ്യനാണ്. വലിയ ജനപിന്തുണയുള്ള നേതാവെന്ന് പറഞ്ഞുകൂടാ, പക്ഷേ വളരെ കാര്യക്ഷമതയുള്ള കഴിവുള്ള പ്രാപ്തിയുള്ളൊരു മനുഷ്യനാണ്. കരുണാകരൻ അദ്ദേഹത്തിൻ്റെ കഴിവ് കണ്ടിട്ടാണ് അദ്ദേഹത്തെ കൊണ്ടുവന്നത്. ആ കഴിവ് അദ്ദേഹം കിട്ടിയ എല്ലാ വേദികളും തെളിയിച്ചിട്ടുണ്ട്. ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ കോൺഗ്രസ്സുകാർക്ക് അദ്ദേഹത്തിൻ്റെ ഒരു കലിപ്പായി. അദ്ദേഹത്തിൻ്റെ ഉള്ള കഴിവുകൾ ഒരു അംഗീകരിക്കില്ല എന്ന് വന്നപ്പോൾ അദ്ദേഹം മറുഭാഗത്തേക്ക് പോയി എന്നുള്ളത്. പുള്ളി പോയത് ഒരു ശരിയായ നടപടിയല്ലാന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. പക്ഷേ ഈ പിണറായി വിജയൻ ചെയ്തതിൽ ഏറ്റവും ബുദ്ധിപരമായൊരു തീരുമാനം അദ്ദേഹത്തെ
ഡൽഹിയിൽ പ്രതീക്ഷിച്ചു എന്നുള്ളതാണ്. ഡൽഹിയിൽ ഇത്ര സ്വാധീനമുള്ള വേറെ ആളില്ല. പണ്ട് കരുണാകരൻ ഗ്രൂപ്പ് കളിക്കുന്ന സമയത്ത് മാഷയാണ് വി തോമസ് മാഷയാണ് മാസങ്ങളോട് അവിടെ താമസിപ്പിക്കുന്നത്. അതിനൊക്കെയുള്ള സംവിധാനം, അതിനൊക്കെ കഴിവുള്ള എല്ലാ പാർട്ടിക്കാരോടും ബന്ധമുള്ള സെക്രട്ടേറിയറ്റിലും വലിയ പിടിപാടുണ്ട്. ശ്യാമള പി കെ ശ്യാമള ഇത്രയ്ക്ക് വെറുക്കപ്പെടേണ്ട ആളാണോ, അല്ലെങ്കിൽ വിവാദത്തിൽപ്പെടേണ്ട ആളല്ല. പക്ഷെ ഒന്ന് ആന്തൂർ സാജൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഗതിയുണ്ട്. പിന്നെ ഗോവിന്ദൻ മാഷ് സ്വന്തം ഭാര്യയെ സ്ഥാനാർത്ഥി ആക്കിയെന്നുള്ള ആ രീതി. ഗോവിന്ദൻ മാഷ് കിട്ട പണിഞ്ഞത് പുള്ളിക്കാരത്തേക്ക് ഏറ്റവും ഏറ്റു, അത് സ്വാഭാവികമുള്ളൂ. ഈ സ്വന്തം പാർട്ടിയിലെ രണ്ടുപേരെ കുറിച്ച് ചോദിച്ചോട്ടെ. ബിനോയ് വിശ്വം എങ്ങനെയുണ്ട്? പാർട്ടിയിൽ നിന്ന് പുറത്താകുന്നൊന്നും പറയണ്ട. എന്താ പാർട്ടിയിൽ നിന്ന് പുറത്താവുന്ന പേടിക്കുന്ന ഒരാളല്ല ഞാനറിയാമല്ലോ, അത് വേറെ കാര്യം. പക്ഷേ ബിനോയ് വിശ്വം ഒരു സെക്രട്ടറി ആകാൻ പുള്ളി ബിനോയ് വിശ്വത്തിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ പുള്ളി വളരെ സത്യസന്ധരാണ്, ഒട്ടും അഴിമതിക്കാരനല്ല. മന്ത്രിയായിരിക്കുമ്പോഴും മന്ത്രി എന്നുള്ള നിലയ്ക്കൊക്കെ നന്നായിരുന്നു. പക്ഷേ ഒരു പാർട്ടി സെക്രട്ടറിയുടെ വലിയ ഭാരിച്ച ഉത്തരവാദിത്തമാണ്. നമ്മൾ ഗോവിന്ദൻ മാഷിനെ പറ്റി പറഞ്ഞ പോലെ ഭാരം വഹിക്കണം, അവിടെയാണ് ബുദ്ധിമുട്ട്. അപ്പോൾ കാനൻ രാജേന്ദ്രനോ അല്ലെങ്കിൽ നമ്മുടെ സി കെ ചന്ദ്രപ്പനോ വെളിയം ഭാർഗവനോ ഒക്കെ ചെയ്യാം. ഞാൻ പറഞ്ഞ ആ നിലയിലേക്ക് ബിനോയ് വിശ്വം ഇനി ഉയരേണ്ടതായിട്ട്. ഇപ്പോൾ പന്ന്യൻ രവീന്ദ്രൻ അത്ര നല്ല മനുഷ്യരായിരുന്നില്ലേ, എത്ര സാധു, എത്ര ലളിതമായ ജീവിതം നയിക്കുന്നത്. പക്ഷേ പാർട്ടി സെക്രട്ടറി ആവാൻ പന്ന്യന് പറ്റില്ല, അത് വേറൊരു ഉത്തരവാദിത്വം. ഇപ്പോൾ ബിനോയുടെ ഒരു പ്രശ്നം ഇതാണ്, പാർട്ടി സെക്രട്ടറിയുടെ ഭാരിച്ച ഉത്തരവാദിത്വം. സി ദിവാകരൻ സത്യത്തിൽ വളരെ കിടിലൊരു സാധനമാണ്. മനസ്സിലായി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചട്ടക്കൂട്ടിൽ ഒതുങ്ങയില്ല എങ്കിലും പുള്ളി പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയുമാണ്, സത്യവുമാണ്. മേല് കീഴ് നോക്കാതെ പറയാനും പുള്ളിക്ക് സാധിക്കും. അതാണ് അദ്ദേഹത്തിൻ്റെ മേന്മ. കെ ഇസ്മായിൽ എനിക്ക് വ്യക്തിപരമായിട്ട് വലിയ സ്നേഹവും ബഹുമാനമുള്ള ഒരാളാണ്. ഒതുക്കിക്കളഞ്ഞു എന്ന് പറയാൻ പറ്റില്ല, പ്രായാധിക്യം ഒരു മാനദണ്ഡം വെച്ച് അദ്ദേഹത്തെ മാറ്റിയെന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്കിനി കൊല്ലത്തേക്ക്, കൊല്ലവും 3 ജില്ലയേ ഉള്ളൂ, പെട്ടെന്ന് നിൽക്കാം. കൊല്ലത്ത് ആലപ്പുഴയുണ്ട്. ആലപ്പുഴയിലുള്ള ആലപ്പുഴ വലുതല്ലേ. കൊല്ലത്തെ ആദ്യം ആലപ്പുഴ എടുക്കാം. ആലപ്പുഴയിൽ അമ്പലപ്പുഴയിൽ സുധാകരൻ വലിയ മത്സരം നടത്തുന്നു എന്നുള്ളതാണ്. പൊതുവേ ആലപ്പുഴ ഒരു മാർക്സിസ്റ്റ് അനുകൂല ജില്ലയായിട്ടാണ് ഇപ്പം നിൽക്കുന്നത്. ഹരിപ്പാട്ട് രമേശ് ചെന്നിത്തല മാത്രമേ കഴിഞ്ഞ തവണ ജയിച്ചിട്ടുള്ളൂ. ഇപ്രാവശ്യം ഹരിപ്പാട്ടും അമ്പലപ്പുഴയും ജയിക്കാൻ സാധ്യതയുണ്ട്. അതെ, അമ്പലപ്പുഴയും ജയിക്കാൻ സാധ്യതയുണ്ട്. അതല്ലാതെ പിന്നെ അരൂര് ഷാനിമോൾ ഉസ്മാൻ വലിയ ഫൈറ്റ് നടത്തുന്നു എന്നുള്ളതാണ്. ഒരു കോൺഗ്രസ് UDF അനുകൂല വികാരത്തിൽ ജയിക്കാവുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. നമ്മുടെ അഭിപ്രായത്തോട്ട് ഇപ്പോൾ കായംകുളം ടൈയാ പറയുന്നത്, തുല്യ കായംകുളത്തിൽ ലിജു വീണ്ടും മത്സരിക്കുന്നു, പ്രതിഭയും വീണ്ടും മത്സരിക്കുന്നു. അതെ, അങ്ങനെ ഈ അമ്പലപ്പുഴയാണ് അതിനകത്ത് പ്രധാനപ്പെട്ട ഹോട്ട് സീറ്റ് എന്ന് പറയുന്നത് അമ്പലപ്പുഴയാണ്. പിന്നെ ഈ ഷാനിമോളും ദലീമയും തമ്മിലുള്ള മത്സരവും ഈ പറഞ്ഞ പോലെ. പക്ഷെ എന്നാലും ഒരു CPM അല്ല LDF ഭൂരിപക്ഷ മണ്ഡലങ്ങളാണ് പൊതുവെ അങ്ങനെയാണ് കാണുന്നത്. ചെന്നിത്തല മാത്രമേ ഉള്ളൂ. ബാക്കി മാവേലിക്കരയൊന്നും, മാവേലിക്കരയൊക്കെ അവർ നിസ്സാരമായിട്ട് ജയിക്കും. ഒരു കാര്യം സജി ചെറിയാണ് നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ അയാൾ ജയിക്കും. അയാൾ സ്കൂട്ടറിലെ ആ ജനങ്ങളെ എല്ലാ വീടുകളിലും പുള്ളി പോകും. കൊല്ലത്ത് ഇത്തവണ ചെറിയ മാറ്റം ഉണ്ടാവും എന്നാണ് കരുതപ്പെടുന്നത്. വലിയ ഫൈറ്റ് നടക്കുന്ന മണ്ഡലങ്ങൾ ഒന്ന് കൊല്ലം സീറ്റ് തന്നെ. അവിടെ ബിന്ദു കൃഷ്ണൻ ഇത്തവണ ജയിച്ചേ തീരൂ എന്നുള്ള വാശിയിൽ നിൽക്കും. അതുപോലെ ചവറയിൽ ഷിബു, ചവറയിലും കൊല്ലത്തും പല അഭിപ്രായത്തോടൊപ്പം അവർ തന്നെയാണ് അവരെ മുന്നെടുക്കുന്നത്. അതുകൂടാതെ ഈവൻ വലിയ മത്സരം ഉണ്ടാക്കുന്ന ഒന്ന് നമ്മുടെ കൊട്ടാരക്കരയിൽ ആയിഷ പൂറ്റി ഉണ്ടാക്കിയ ഒരു തോൽപ്പിക്കാൻ പറ്റിയെന്ന് വരില്ല. പിന്നെ ആളുകൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട സീറ്റ് എന്ന് പറയുന്നത് നമ്മുടെ പത്തനാപുരമാണ്. പത്തനാപുരത്ത് ഇത്തവണ ചാമക്കാല അത്ഭുതങ്ങൾ ഉണ്ടാക്കും എന്നാണ് പറയുന്നെങ്കിലും ഏറ്റവും അവസാനം ഗണേശൻ ജയിക്കുമെന്നാണ് എൻ്റെ ഒരു ഗട്ട് ഫീലിംഗ്. അത് മാത്രമല്ല, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കണ്ട ഈ സ്ത്രീ വിഷയത്തിൽ ആരോപണ വിധേയരൊക്കെ ഭൂരിപക്ഷം കൂടിയിട്ട് വലിയ ഭൂരിപക്ഷം കൂടുകയുള്ളൂ. അത് ഈ മലയാളി സ്ത്രീകളുടെ മനോഭാവം സൈക്കിൻ്റെ ഒരു ശശി തരൂർ എല്ലാവരും ഭൂരിപക്ഷം ഈ കഴിഞ്ഞ പ്രാവശ്യം നോക്കി പ്രാവശ്യമല്ല പൊതുവെ അങ്ങനെ അതിൽ പെട്ടുപോയ ഒരാൾ PK കുഞ്ഞാലിക്കുട്ടി മാത്രമേ ഉള്ളൂ. അത് മുമ്പാ. അതെ ഞാൻ പറഞ്ഞു. എന്നാലും അടുത്ത കാലത്ത് ഇപ്പൊ ഗണേശൻ അങ്ങനെ ഭൂരിപക്ഷം കൂടാനാണ് സാധ്യത. അതെ, ചാമക്കാല ഭയങ്കരമായിട്ട് ഫൈറ്റ് ഉണ്ടാക്കിയിട്ട്. പക്ഷേ ഇവിടെ ചാത്തന്നൂര് ചാത്തന്നൂർ BJP ഒരു ഫൈറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 2 തവണ BJP 2ാം സ്ഥാനത്തായിരുന്നു. പിന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥി സൂരജ് രവിയാണ്. അപ്പോൾ അത് തോപ്പിൽ രവിയുടെ മകൻ. അപ്പോൾ അദ്ദേഹം തീരെ താഴേക്ക് പോവുകയാണെങ്കിൽ BJPക്ക് ഒരു ചാൻസ് ഉണ്ട്. പക്ഷെ അവിടെ CPIയുടെ എണ്ണം പറഞ്ഞ സ്ഥാനാർത്ഥിയാണ്, നല്ല സ്ഥാനാർത്ഥിയാണ്, നല്ല മതിപ്പുള്ള ഒരു പൊതുപ്രവർത്തകനാണ്. പക്ഷേ 2021 9
സ്ഥലങ്ങളിൽ BJP 2ാം സ്ഥാനത്ത് വന്നു. അസംബ്ലി തെരഞ്ഞെടുപ്പിൽ 9 സ്ഥലങ്ങളിൽ. 2024 ലോക്സഭയിൽ 11 സ്ഥലങ്ങളിൽ 1ാം സ്ഥാനത്ത്, 17 സ്ഥലങ്ങളിൽ 1ാം സ്ഥാനത്ത് വന്നു. പക്ഷേ ഈ ലോക്കൽ ബോഡീസ് തെരഞ്ഞെടുപ്പിൽ 2 സ്ഥലത്ത് മാത്രമേ, 2 മണ്ഡലങ്ങളിൽ അതിലെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ലോക്കൽ ബോഡിയിലേക്കുള്ള വോട്ടും പാർലമെന്റിലേക്കുള്ള വോട്ടും അസംബ്ലിക്കുള്ള വോട്ടും ഒക്കെ വേറെയാണ്. അതിൻ്റെ ഒരു ട്രെൻഡ് വേറെയാണ്, ആളുകളുടെ മാനസികാവസ്ഥ വേറെയാണ്. പിന്നെ കേന്ദ്രത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പല്ലേ, അപ്പോൾ മോഡിക്കുള്ള വോട്ടാണ്, അതാണ് വ്യത്യാസം. മോഡിക്കുള്ള വോട്ട് ആറ്റിങ്ങൽ അസംബ്ലി മണ്ഡലത്തിലേക്ക് ഇപ്പോൾ കിട്ടില്ലല്ലോ, അതാണ് സംഭവിക്കുന്നത്. പത്തനംതിട്ട എങ്ങനെ വരാം? പത്തനംതിട്ടയിൽ LDF ഇത്തവണ UDF കുറച്ചും കൂടി മെച്ചപ്പെട്ട നിലയിലേക്ക് വന്നേക്കാം. പ്രത്യേകിച്ച് ആറന്മുള മണ്ഡലത്തിൽ, ആറന്മുളയിൽ വലിയ മത്സരമാണ്. അബിൻ വർക്കി നല്ല കാൻഡിഡേറ്റാണ്. പിന്നെ കുമ്മന രാജശേഖരനാണ് BJP നല്ല വോട്ട് പിടിക്കും. അപ്പോൾ അത് ആരെ കൂടുതൽ ബാധിക്കും എന്നുള്ളതാണ് അവിടെ കാണുന്നത്. വീണ ജോർജിന് ഇത്തവണ ഒട്ടും എളുപ്പമായിരിക്കും. കുമ്മനം കയറി പോരത്തില്ല അല്ലേ? കുമ്മനം ജയിക്കാൻ സാധ്യത കുറവാണ്. പക്ഷേ കുമ്മനത്തെ നമുക്ക് എഴുതി തള്ളാനും പറ്റില്ല. പിന്നെ മറ്റ് മണ്ഡലങ്ങളൊക്കെ ഏറെക്കുറെ LDF തന്നെ ജയിക്കാം. ഇപ്പോൾ പഴകുളം മധു എന്നൊക്കെ പറഞ്ഞ സ്ഥാനാർത്ഥികളാണ്. അവിടെ പ്രമോദാണല്ലോ, പ്രമോദ് നാരായണൻ. അവൻ 5 കൊല്ലം കൊണ്ട് അന്തരീക്ഷം ഉണ്ടാക്കി. പ്രമോദ് പഴയ മാർക്സിസ്റ്റാണ്, എൻ്റെ നാട്ടുകാരൻ. അപ്പോൾ പ്രസാദും പ്രമോദും തൊട്ടടുത്ത. അപ്പോൾ പ്രമോദ് നല്ലൊരു സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ടുള്ള ആളാണ്. പിന്നെ അടൂര്, കോന്നിയിലൊക്കെ ഈ പറഞ്ഞ പോലെ വലിയ അടൂർ UDF ചാൻസ് ഉണ്ട്. ശാന്തകുമാർ അത് എളുപ്പമല്ല. ഈ സംവരണ മണ്ഡലങ്ങളിൽ എപ്പോഴും LDF അടിസ്ഥാന വർഗം മാത്രമല്ല, അവർക്ക് കുറച്ചും കൂടി കാശ് ചെലവാക്കി നന്നായിട്ട് കണ്ടസ്റ്റഡ് ആക്കാൻ പറ്റും. അതുകൊണ്ടാണ് ജയിക്കുന്നത്. ഇപ്പം മാവേലിക്കര സ്ഥിരമായിട്ട് എന്തുകൊണ്ടാണ് ജയിക്കുന്നത് വെച്ചാൽ മാവേലിക്കര സംവരണ മണ്ഡലമാണ്. ഇവരുടെ സ്ഥാനാർത്ഥി CPM സ്ഥാനാർത്ഥി പ്രസൻറ്റബിളാണ്. അവർക്ക് കുറച്ചുകൂടി നന്നായിട്ട് എലക്ഷൻ ഉണ്ടാക്കാം. മാവേലിക്കര കുറച്ച് നാളായിട്ടുള്ള കാൻഡിഡേറ്റ്സ് പണ്ടത്തെ ആൾക്കാരല്ല, പണ്ട് സംവരണ മണ്ഡലം ആയതിനു ശേഷം ചെറുപ്പക്കാരെയാണ് നിർത്തുന്നത്. ഇപ്പോൾ രാജേശ്വരൻ ചെറുപ്പക്കാരനെ അടുത്ത ടൈം കൊടുക്കാതെ തന്നെ വേറൊരു പയ്യനെ നിർത്തി. അവരൊക്കെ എപ്പോഴും മണ്ഡലത്തിലുണ്ട്. ഈ പിള്ളേരെല്ലാം എപ്പോഴും ഉത്സവത്തിനൊക്കെ അവിടെ ഇറങ്ങി നടക്കുന്നതാണ്. ഞാനൊക്കെ നാട്ടിൽ പോകുമ്പോൾ എൻ്റെ മണ്ഡലം മാവേലിക്കരയാണ്. അതുപോലെയാണ് ചേലക്കരയിൽ പ്രദീപ്. അങ്ങനെ അതൊക്കെ CPM സാധിക്കും. അതെ. അടുത്ത ഇനി അവസാന തിരുവനന്തപുരമാണ്. തിരുവനന്തപുരത്ത് എന്ന് വെച്ചാൽ സമ്മിശ്രമാണ്. കോൺഗ്രസിന് ഉറപ്പ് പറയാവുന്ന സീറ്റ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കോവളം മാത്രമേ ഉള്ളൂ. കോവളം മാത്രമേ ഉള്ളൂ. എന്നാൽ നല്ല കണ്ടസ്റ്റ് നടത്താവുന്ന മണ്ഡലങ്ങളാണ് പാറശാല തൊട്ട് ഏതാണ്ട് ചിറയൻകീഴ് വരെയും. പക്ഷേ ഇത്തവണത്തെ സ്ഥാനാർത്ഥികളൊന്നും തീരെ മുരളി തീർച്ചയായിട്ടും. പക്ഷേ ശ്രീലേഖ നല്ല കാൻഡിഡേറ്റ് അല്ല. അപ്പോൾ അത് ആ വോട്ട് മുരളിക്ക് ചിലപ്പോൾ കിട്ടും. മുരളിക്ക് പോയേക്കാം. പക്ഷെ പ്രശാന്തും നല്ല ഫൈറ്റർ. പ്രശാന്ത് നല്ല MLA ആണ്. ഒരു സംശയം. മുരളിയും പ്രശാന്തും തമ്മിൽ നോക്കുമ്പോൾ ശ്രീലേഖയുടെ വോട്ട് മാത്രമേ, അതാണ് ഒരു പ്രശ്നം. ശ്രീലേഖ അവിടെ അവരൊരു ഒട്ടും ഇംപ്രസീവ് അല്ല. അതൊരു പ്രധാനപ്പെട്ട. പിന്നെ ചിറയൻകീഴ് CPI ജയിക്കേണ്ടതാണ്. പക്ഷേ രമ്യ അവിടെ ചെന്ന് പാട്ട് പാടുവോ? പാട്ടൊന്നും ഏക്കത്തില്ല അവിടെ. അതൊക്കെ പോയി, അതിന്റെ കാലം കഴിഞ്ഞു. അതുപോലെ ആറ്റിങ്ങൽ OS അംബികയും നെടുമങ്ങാട് മീനാങ്കൽ കുമാർ, അതൊക്കെ അസഹ്യമാണ്. അതുമല്ല അവിടെ കാട്ടാക്കട. പക്ഷേ കാട്ടാക്കട കൃഷ്ണദാസൊക്കെ അവിടെ താമസിച്ചു തൊട്ട് BJPക്ക് ചാൻസ് ഉണ്ട്. പക്ഷേ കാട്ടാക്കടയിൽ IB സതീഷ് കുറച്ച് അൺപോപ്പുലർ ആണെന്ന് പറയുന്നു. പക്ഷെ IB സതീഷ് ബുദ്ധിജീവി, അവിടുത്തെ ജനങ്ങളുമായി ബന്ധമുള്ള ആളാണ്. ഈ പ്രകൃതി അങ്ങനെ ചില ആൾക്കാർ, കാട്ടക്കടക്കാർക്ക് പ്രകൃതി ഒരു വിഷയമല്ലല്ലോ. അപ്പോൾ അങ്ങനെ ആൾക്കാർ മണ്ഡലം നോക്കുന്നത്, ഇവരൊക്കെ മണ്ഡലം നോക്കുന്നത്. പിന്നെ BJP ഫൈറ്റ് ചെയ്യുന്ന 2 മണ്ഡലങ്ങൾ, ഒന്ന് കഴക്കൂട്ടവും മറ്റൊരു നിയമമാണ്. കഴക്കൂട്ടോ നിയമവും ഞങ്ങളുടെ വോട്ടിംഗ് അനുസരിച്ച് കഴക്കൂട്ടോ നിയമവും BJPക്കാണ്. രണ്ടുപേരും നല്ല ഇരുത്തം വന്ന സ്ഥാനാർത്ഥികളുമാണ്. മുരളി കഴിഞ്ഞ 5 വർഷമായിട്ട് ഈ അവിടെ തന്നെ ഇവിടെ കേന്ദ്രമന്ത്രി സ്ഥാനം കഴിഞ്ഞതിന് ശേഷം അവിടെ തന്നെയാണ്. നമ്മുടെ ഗ്രാമ്യ ഭാഷയിൽ പറഞ്ഞ പെറ്റി കിടക്കുകയാണ്. ഉറപ്പായിട്ടും. ഞാൻ വിന്നബിൾ കാൻഡിഡേറ്റ്സ് ലിസ്റ്റ് ഒന്ന് വായിക്കാം. അതായത് ഇപ്പോൾ അവസാന ഫലം അനുസരിച്ച് UDF 77 സീറ്റിലാണ് ഭൂരിപക്ഷം നമ്മുടെ പ്രേക്ഷകർ പ്രഡിക്ഷൻ. 77 സീറ്റിൽ. LDF 57 സീറ്റ്. UDF 77, LDF 57, NDAക്ക് BJP 5 സീറ്റ്, ടൈ 1. അതാണ് കായംകുളം. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു സംഭവം. ഞാൻ ആ വിന്നബിൾ കാൻഡിഡേറ്റിൻ്റെ പെട്ടെന്നൊന്ന് വായിക്കാം, ജയശങ്കറിന് പോകണമെന്നറിയാം. UDF 77 സീറ്റിൽ കാസർഗോഡ്, ഇരിക്കൂർ, മാനന്തവാടി, സുൽത്താൻ ബത്തേരി, കൽപ്പറ്റ, വടകര, കുറ്റിയാടി, നാദാപുരം, കൊയിലാണ്ടി, കോഴിക്കോട് സൗത്ത്, കുന്നമംഗലം, കൊണ്ടോട്ടി, ഏറനാട്, നിലമ്പൂർ, വണ്ടൂർ, മഞ്ചേരി, പെരിന്തൽമണ്ണ, മങ്കട, മലപ്പുറം, ചവറ,
എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ പറയാൻ കേട്ടോ. അതുപോലെ താനൂർ, തിരൂർ, കോട്ടയ്ക്കൽ, തവന്നൂർ, പൊന്നാനി, തൃത്താല, ഒറ്റപ്പാലം, മണ്ണാർക്കാട്, തരൂർ, ചിറ്റൂർ, ഗുരുവായൂർ, മണലൂർ, കയ്പമംഗലം, ഇരിങ്ങാലക്കുട, ചാലക്കുടി, പെരുമ്പാവൂർ, അങ്കമാലി, ആലുവ, പറവൂർ, എറണാകുളം, തൃക്കാക്കര, കുന്നത്തുനാട്, പിറവം, മൂവാറ്റുപുഴ, കോതമംഗലം, തൊടുപുഴ, പീരുമേട്, പാല, കടുത്തുരുത്തി, കോട്ടയം, പുതുപ്പള്ളി, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാർ, ഹരിപ്പാട്, ആറന്മുള, അടൂർ, കരുനാഗപ്പള്ളി, കൊല്ലം, വർക്കല, ചിറയൻകീഴ്, നെടുമങ്ങാട്, വട്ടിയൂർക്കാവ്, ട്രിവാൻഡ്രം സെൻട്രൽ, അരുവിക്കര, പാറശാല, കാട്ടാക്കട, കോവളം, നെയ്യാറ്റിൻകര, തിരൂരങ്ങാടി, നെയ്യാറ്റിൻകര, തൃപ്പൂണിത്തറ, കുണ്ടറ, വള്ളിക്കുന്ന്, കൊച്ചി, പത്തനാപുരം, വേങ്ങര, വൈപ്പിൻ. ചില ഓർഡറിൽ ടൈപ്പ് ചെയ്ത വ്യത്യാസം വന്നിട്ടുണ്ട്. അങ്ങനെ 77 സീറ്റിലാണ് UDF മുൻകൈ എടുക്കുന്നത്. അതിൽ 57 സീറ്റിൽ LDF മുൻകൈ. ഉദുമ, കാഞ്ഞങ്ങാട്, തൃക്കരിപ്പൂർ, പയ്യന്നൂർ, കല്യാശ്ശേരി, തളിപ്പറമ്പ്, അഴീക്കോട്, കണ്ണൂർ, ധർമ്മടം, തലശ്ശേരി, കൂത്തുപറമ്പ്, മട്ടന്നൂർ, പേരാവൂർ, പേരാമ്പ്ര, ബാലുശ്ശേരി, എലത്തൂർ, കോഴിക്കോട് നോർത്ത്, ബേപ്പൂർ, കൊടുവള്ളി, കൊങ്ങാട്, മലമ്പുഴ, നെന്മാറ, ആലത്തൂർ, ചേലക്കര, കുന്നംകുളം, വടക്കാഞ്ചേരി, ഇംഗ്ലീഷ് അടിച്ച്, ഒല്ലൂർ, നാട്ടിക, പുതുക്കാട്, കൊടുങ്ങല്ലൂർ, കളമശ്ശേരി, ദേവികുളം, ഉടുമ്പൻചോല, ഇടുക്കി, വൈക്കം, ഏറ്റുമാനൂർ, അരൂർ, ചേർത്തല, മാവേലിക്കര, ചെങ്ങന്നൂർ, തിരുവല്ല, റാന്നി, കോന്നി, കുന്നത്തൂർ, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം, ഇരവിപുരം, ചാത്തന്നൂർ, ആറ്റിങ്ങൽ, വാമനപുരം, ഷൊർണൂർ, കുട്ടനാട്, പട്ടാമ്പി, അമ്പലപ്പുഴ, തിരുവമ്പാടി, ആലപ്പുഴ. 5 സീറ്റാണ് NDAക്ക് പ്രവചിക്കുന്നത്. മഞ്ചേശ്വരം, പാലക്കാട്, തൃശ്ശൂർ, കഴക്കൂട്ടം, നേമം, കായംകുളം ടൈ. ഇതാണ് നമ്മുടെ കക്ഷിതല. ഒന്നുകൂടെ വായിക്കാം. UDF 77, LDF 57, NDAക്ക് BJP 5, പ്രവചനാതീതം 1. ഇത്രയാണ് സീറ്റുകളെ സംബന്ധിച്ച് വന്നിരിക്കുന്നത്. ഒരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞു വെച്ചിട്ടേ, AK ആന്റണിയെക്കുറിച്ച് എന്ത് പറയും? AK ആന്റണിയെക്കുറിച്ച് ഇനിയിപ്പോൾ നമ്മൾ പറയുന്നതിൽ വലിയ കാര്യമുണ്ട്. എന്നാലും ഒരു വിലയിരുത്തൽ ചരിത്രമല്ലേ? അല്ല, AK ആന്റണി കേരളത്തിലെ ഏറ്റവും ഭാഗ്യവാനായ ഒരു രാഷ്ട്രീയക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ കഴിവിനും പ്രാപ്തിക്കും ജനപിന്തുണയ്ക്കും അതീതമായ വിജയങ്ങൾ കൈവരിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തെക്കാളും കഴിവുള്ള ആളുകൾ എത്രയോ പേരുണ്ട്. രാഹുൽ ഗാന്ധി, ഏത് രാഹുൽ ഗാന്ധിയെക്കുറിച്ച് എന്താ? എല്ലാവരും രാഹുൽ ഗാന്ധിയെക്കുറിച്ച് പറയാൻ വാക്കുകളില്ല. നെഗറ്റീവ്. അതായത് നെഹ്റു ഗാന്ധി കുടുംബത്തിൽ ജനിച്ച ആർക്കും ഈ നിലയിലെത്താൻ കഴിയും എന്ന് അദ്ദേഹം തെളിയിച്ചു. ആ കുടുംബത്തിലല്ല, വേറൊരു കുടുംബത്തിലാണ് ജനിച്ചെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ കേൾക്കുകയില്ല, അറിയുകയില്ല, ഒന്നുമില്ല. മനസ്സിലായി? പ്രിയങ്ക എങ്ങനെയുണ്ട്? പ്രിയങ്ക തമ്മിൽ ഭേദം തൊമ്മൻ, അതേ ഉള്ളൂ. അത്രേ ഉള്ളൂ. KC വേണുഗോപാലിൻ്റെ കയ്യിലാണല്ലോ ഇനി ഭാവി. എന്തു പറയുന്നു? അതാണ് BJPയുടെ ഏറ്റവും വലിയ ഭാഗ്യം. KC വേണുഗോപാൽ BJPയുടെ ഐശ്വര്യം. ആണോ? രമേശ് ചെന്നിത്തല ഭേദപ്പെട്ട നേതാവാണ്. PD ഇപ്പോൾ ഉള്ളതിൽ ഒരു ഇരുത്തം വന്ന PD സതീശൻ വളരെ ഉത്സാഹശാലിയായ ഒരു ചെറുപ്പക്കാരെന്ന് പറയാൻ പറ്റില്ല. ഞങ്ങൾ തമ്മിൽ 2-3 വയസ്സിൻ്റെ വ്യത്യാസമുണ്ടാവുള്ളൂ. എങ്കിലും നല്ല പാർലമെൻറ്റ് കൂടിയത് ഞാനാണ്. ശശി തരൂർ, ബുദ്ധിജീവി. K സുധാകരൻ്റെ നല്ല കാലത്ത് തൻ്റെ ഇടമുള്ള നേതാവായിരുന്നു. ഇപ്പോൾ പിണറായി വിജയൻ്റെ അവസ്ഥയിൽ പുള്ളി പറ്റി പ്രായാധിക്യം. സന്ദീപ് വാര്യർ. സന്ദീപ് വാര്യർ BJPയിൽ നിന്ന് കോൺഗ്രസിലേക്ക് മാറിയതല്ലോ. അദ്ദേഹം തൃക്കരിപ്പൂരിൽ എന്തെങ്കിലും ആത്മാർത്ഥ എനിക്ക് തോന്നിയിട്ടില്ല, ആത്മാർത്ഥ ഉണ്ടെന്ന് തോന്നിയിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ഇത്രയും കൊല്ലം BJPയിൽ പ്രവർത്തിച്ച ഒരാൾ പെട്ടെന്ന് ഒരു ദിവസം കോൺഗ്രസ്സുകാരനായി എന്നുള്ളത് മാത്രമല്ല, അവരുടെ എല്ലാ സിദ്ധാന്തങ്ങളെയും തള്ളിപ്പറയുന്നു എന്ന് പറയുമ്പോൾ അതിലൊരു വലിയൊരു പൊരുത്തക്കേടുണ്ടല്ലോ. അതൊരു അവസരവാദം പോലുമല്ല, അതിനേക്കാൾ മോശപ്പെട്ട എന്തുവാണ്. അപ്പോൾ ഇതാണ് തെരഞ്ഞെടുപ്പിൻ്റെ ഞങ്ങളുടെ 1,08,455 പേർ പങ്കെടുത്ത കുറേയേറെ നാൾ കൊണ്ട് വോട്ടിംഗ് സ്ഥാനാർത്ഥികളെ നിർണ്ണയിച്ച് പ്രഖ്യാപിച്ചത് മുതൽ ഉള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ വോട്ട് ചെയ്തതാണ് ഇത്രയും പേർ. ഇതിൽ നിന്ന് ഭൂരിപക്ഷം മുൻപന്തിയിൽ വന്നത് UDF 77 സീറ്റിൽ മേൽക്കൈ നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ വോട്ടെടുപ്പ് ഇതനുസരിച്ച് LDF 57, NDAക്ക് 5, കായംകുളം പ്രവചനാതീതമാണ്. ഇതാണ് ഇവിടുത്തെ. ഇതിൽ വളരെയേറെ മാറ്റം ഉണ്ടാകാം. ഇതിൻ്റെ 2ാം ഘട്ടം ഞങ്ങൾ വോട്ടെടുപ്പിന് 2 ദിവസം മുമ്പ് വീണ്ടും പബ്ലിഷ് ചെയ്യും. വീണ്ടും കാണാം. നമസ്കാരം, നന്ദി.